ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്കാണ് ലോറൻസ് സാറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം, പ്രത്യേകിച്ച് ഒരു എന്റർപ്രണർ എന്ന നിലയിൽ അല്ലാതെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിലും കോമ്പിറ്റൻസീസ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ഒരു എന്റർപ്രണർ എന്ന നിലയിലുള്ള പ്രധാനപ്പെട്ട കോമ്പറ്റൻസി ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ലോറൻസ് സാർ നമ്മൾ സംസാരിക്കും. ലോറൻസ് സാർ കോട്ടയം സ്വദേശിയാണ്, അസിസ്റ്റന്റ് ഇൻഡസ്ട്രീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. സോ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഈ ടോപ്പിക് കേൾക്കാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലോറൻസ് സാറിനെയും. ലോറൻസ് സാർ, യുവർ വെൽക്കം. താങ്ക് യു സാർ. എനിക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനൊരു കോഹോസ്റ്റ് ആക്കിയാണ്. കോസ്റ്റ് അല്ലേ സാർ? അല്ല അല്ല സാർ. ഓക്കെ 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 സാർ. ഓക്കെ, താങ്ക് യു ഇപ്പൊ ചെയ്യാം. ഗുഡ് ഈവനിങ് എവരിബഡി. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ 2 പ്രാവശ്യമായിട്ട് ഞാൻ വന്നിരുന്നത്, 3ാമത്തെ പ്രാവശ്യമാണ്. 1ാമത്തെ ടൈമില് സംരംഭത്തെ പറ്റി, എങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം. 2ാമത്തെ ദിവസം നമ്മൾ സംരംഭത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനപ്പെട്ട സ്കീമായ PMVGP, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നൊരു ടോപ്പിക് പറ്റി പറഞ്ഞു. ഇന്ന് ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് എന്റർപ്രണർ സപ്പോർട്ട് സ്കീം എന്നൊരു സ്കീമിനെ പറ്റിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് അതൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണ് അത് കൂടുതൽ പ്രയോജനം. എന്നാൽ ഇന്ന് നമ്മൾ കോമ്പിറ്റൻസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സംരംഭത്തിന് ആവശ്യമായ കഴിവുകൾ, അപ്പോൾ ഒരു ജനറൽ ടോപ്പിക് എന്ന രീതിയിൽ പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് ഒരു സംരംഭനെ സംബന്ധിച്ച് ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊരു തിയററ്റിക്കൽ ബേസ് ഉണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് പറയാം. പക്ഷെ ആ ഒരു തിയററ്റിക്കൽ ലെവലിൽ മാത്രമല്ല ഈ വരുന്നൊരു 1 hour ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ തിയററ്റിക്കൽ ബേസിലുള്ള ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ ലോക്കലിൽ കാണുന്ന കുറച്ച് എൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ടോപ്പിക്കിലേക്ക് പോകാൻ വന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിനൊരു ബേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് റെഫർ ചെയ്യണമെങ്കിൽ തന്നെ ഒരു റെഫറൻസ് ആയിട്ടിരിക്കട്ടെ. നമുക്ക് നോക്കാം. ഇത് ഡേവിഡ്, ഞാൻ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഡേവിഡ് മക്കലാഡ് എന്നൊരു ആളെ കേട്ടിട്ടുണ്ടോ? ഡേവിഡ് മക്കലാഡ് ആരെങ്കിലും? ഇല്ല, ഉണ്ട് സാർ. അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിയിലെ പ്രൊഫസറാണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ചോദ്യം വന്നു. ഇത് വെദർ എന്റർപ്രണേഴ്സ് ആർ ബോൺ ഓർ കൾട്ടിവേറ്റഡ്. അതായത് എല്ലാവരും ഇപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞാൽ, ഇപ്പം ബഹുമാൻ യേശുദാസ്, അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു ബോൺ ടാലന്റ് ആണ്. യേശുദാസ് എന്ന് പറയുന്നത് ബോൺ ടാലന്റ് ആണ്. നമുക്ക് എത്ര ട്രെയിൻ ചെയ്താലും അങ്ങനെ ഒരാൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ചോദ്യം ഇതാണ്, സംരംഭകർ എന്ന് പറയുന്ന വ്യക്തി ജനിക്കുവാണോ അത് കൾട്ടിവേറ്റ് ആണ്? അതായത് നമുക്ക് ആൾക്കാരെ സംരംഭരാക്കി മാറ്റാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഒരു ഹൈലി സക്സസ്ഫുൾ ആയ എന്റർപ്രണർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ യൂസഫ് അലി സാർ, ചിറ്റിലപ്പള്ളി, ഇതുപോലെയൊക്കെയുള്ള ഹൈലി സക്സസ്ഫുൾ ആയ എന്റർപ്രണറെയും ലെസ് സക്സസ്ഫുൾ, പരാജയപ്പെട്ടവരല്ല, ലെസ് സക്സസ്ഫുൾ ആയ എന്റർപ്രണർക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടോ? ഈ ഒരു ചോദ്യം UN-ന്റെ ഒരു ഏജൻസിയായ അൺടാഡ് എന്ന് പറഞ്ഞ UNCTAD ഏജൻസി ഉണ്ട്. ഈ UN-ന്റെ ഈ ഏജൻസി ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയത് ഞാൻ ആദ്യം പറഞ്ഞ ഡേവിഡ് മക്കലാഡ് ആണ്. സൈക്കോളജിയുടെ പ്രൊഫസറാണ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെ ഒരു 10-50ഓളം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത് ഒരുപാട് പഠനങ്ങൾ നടത്തി. ആ പഠനങ്ങൾക്ക് ശേഷം അൺടാഡിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് പ്രഖ്യാപിച്ചു. ആ പഠന റിപ്പോർട്ട് പറയുന്ന പറഞ്ഞാൽ സംരംഭകന് ഒരു 10ഓളം കഴിവുകളുണ്ട്. 10ഓളം കഴിവുകൾ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്ന 10ഓളം കഴിവുകളുണ്ട്. ഇന്ന് മറ്റുള്ളവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ലെസ് സക്സസ്ഫുൾ എന്റർപ്രണർ. ലെസ് സക്സസ്ഫുൾ എന്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിജയിക്കാത്ത എന്റർപ്രണർ, ഹൈലി സക്സസ്ഫുൾ എന്റർപ്രണർ. കാരണം അദ്ദേഹം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ നാരോ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കോമ്പിറ്റൻസികൾ, ഈ കഴിവുകൾ, ഈ പ്രത്യേകതകൾ ലെസ് സക്സസ്ഫുൾ എന്റർപ്രണറിൽ ഇൻജെക്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെയും നമുക്ക് ഹൈലി സക്സസ്ഫുൾ എന്റർപ്രണറാക്കി മാറ്റാൻ കഴിയും എന്ന കൺസെപ്റ്റിലാണ് ഈ പഠനം നടന്നത്. അപ്പം ആ ഡിഫറൻസ് വളരെ നാരോ ആയിരിക്കുന്നത് പറഞ്ഞു. ആ ഒരു 10ഓളം കോമ്പിറ്റൻസികളെ മനുഷ്യരുടെ 3 പ്രത്യേകതകളുടെ സ്വഭാവവിശേഷങ്ങളിൽ, സൈക്കോളജിക്കലായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളിൽ
അടിസ്ഥാനമാക്കിയാണ് ഈ 10ഓളം കോമ്പിറ്റൻസികൾ അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. നമുക്ക് ആ 10ഓളം കോമ്പിറ്റൻസ് എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വിടാം. അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളും കോമ്പിറ്റൻസികളും, ഒപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണത്തിൽ സംരംഭകൻ ഇതുവരെയുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സംരംഭകരാകേണ്ടതായ, ഞാൻ സ്ഥിരം ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു സംഭവമുണ്ട്, സംരംഭകൻ 3 മാനകരാണ്. ആ 3 കാര്യങ്ങളും മാത്രം ജസ്റ്റ് ഒന്ന് ഈ കുറച്ച് സമയത്തിൽ പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതൊരു അൺടാഡ്, ഇതൊരു UNCTAD എംബ്രടെക് എന്ന പേരിൽ ഈ കോമ്പിറ്റൻസികളെ ഒരു ക്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ഒരു 6 ദിവസത്തെ ക്ലാസ്സിൽ ഞാനും അതിലോട്ട് കടന്നു പോയതാണ്. പിന്നീട് പലപ്പോഴും ഈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർ പറഞ്ഞത്, AP തോമസ് സാർ ഇപ്പോൾ പറഞ്ഞത്, കീട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് കോളേജ് സ്റ്റുഡൻസിന് ഞങ്ങളൊരു 10-12ഓളം പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, ഒരു 12ഓളം പ്രാവശ്യം ഞാൻ എൻ്റെ ട്രെയിനർ ആയിട്ടുണ്ട് ഈ കോമ്പിറ്റൻസികളുടെ. അതൊരു വർക്ക്ഷോപ്പാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഒരു ആക്ടിവിറ്റിയും ഒക്കെ കൂടി ചേർന്നൊരു വലിയൊരു വർക്ക്ഷോപ്പിൽ നിന്നുള്ള അടർത്തിയെടുത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രം ഈ ഒരു 1 അവറിൽ, അതും ഞാൻ ആദ്യം പറഞ്ഞ 3ഓളം മാനേജർ എന്നുള്ളതിൽ മാത്രമാണ് ഇപ്പം നമ്മൾ അവതരിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഓക്കെ, ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് കൃത്യമായി മനസ്സിലായെങ്കിൽ ഒന്ന് യെസ് പറയാമോ, മുൻപോട്ട് പോകാറുണ്ട്? വളരെ ക്ലിയർ ആണ്. ഓക്കെ സാർ, താങ്ക് യു. Yes, ഞാൻ sir. പറഞ്ഞു വന്നത്, ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യർക്ക് 3 ക്യാരക്ടറായിട്ട്, അല്ലെങ്കിൽ മനുഷ്യർ 3 മോട്ടീവ് ആണെന്നാണ് സൈക്കോളജിക്കലി. 3 മോട്ടീവ്, അതായത് നമ്മളിൽ എല്ലാവരും ഈ 3 മോട്ടീവ് ഉണ്ടാവും. പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ചിലരിൽ ചില മോട്ടീവ് അങ്ങ് കൂടുതലായിരിക്കും. പക്ഷെ ഇത് 3 റിലേറ്റഡുമാണ്. ജസ്റ്റ് ഞാൻ പറയാം, നോക്കുക. ഇതാണ് ഇത്. ഞാൻ തിരിച്ചു വരാം. ഇതിനകത്ത് ഇത് മാത്രം 3 മോട്ടീവ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ മോട്ടീവ് എന്ന് പറയുന്നത്, വലിയൊരു സ്ലൈഡാണ്. ഒന്നാമത്തെ മോട്ടീവ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടീവ് എന്ന് പറയും. അച്ചീവ്മെന്റ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അച്ചീവ്മെന്റ് മോട്ടീവ് ആയിട്ടുള്ള വ്യക്തികള് അവര് ചലഞ്ചുകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, വെല്ലുവിളി ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ജീവിതത്തിൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഇത് ക്രിയേറ്റീവായിട്ട് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, മറ്റുള്ളവരുടെ പോകുന്ന പാതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരിഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൈമുദ്ര പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, അവരുടെ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അച്ചീവ്മെന്റ് മോട്ടീവ് എന്ന് പറഞ്ഞ വ്യക്തികൾ. അവര് കുറ്റപ്പെടുത്തുമായിരിക്കും, ആൾക്കാർ കുറ്റപ്പെടുത്തും, എന്താ പറയുക, ഫേമസ് ആകാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ അവിടെ കിടക്കും. പക്ഷേ അവര് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരുടേതായ ഒരു കൈമുദ്ര, അവരുടേതായ ഒരു സിഗ്നേച്ചർ, അവര് ഇപ്പോൾ ജോലിയിലാണെങ്കിൽ റിട്ടയർഡ് ആയിട്ട് പോകുമ്പം അവരെ പറ്റി റിമാർക്കബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു ഇതായി നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മളിലൊക്കെ ആ ഒരു ക്യാരക്ടർ പലരിലും കൂടുതലൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചും ട്രെയിനേഴ്സ് ആയിട്ടുള്ളവർ, പൊതുവെ എന്റർപ്രൈസ് ആയിട്ടുള്ളവരെല്ലാം ഈ അച്ചീവ്മെന്റ് മോട്ടീവ് ഉള്ളവരായിരിക്കും. അവർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. സൊസൈറ്റിയിൽ അവർക്കുടേതായ ഒരു എന്താ പറയണേ, ഒരു കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതാണ് ഈ അച്ചീവ്മെന്റ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ മോട്ടീവ് അഫിലിയേഷൻ മോട്ടീവ്. അഫിലിയേഷൻ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവരെപ്പോഴും റിലേഷൻസ് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനായിട്ടും ഉള്ള ബന്ധങ്ങൾ നിലനിർത്തുവാനായിട്ടും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അഫിലിയേഷൻ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബന്ധങ്ങളും അവർ തകർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പുതിയ ബന്ധങ്ങളെ എപ്പോഴും അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും ഈ അച്ചീവ്മെന്റ് മോട്ടീവ് പെട്ട ആൾക്കാർ. അഫിലിയേഷൻ മോട്ടീവ് പെട്ട ആൾക്കാർ. ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ എപ്പോഴും അവര് റിലേഷൻസ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ബന്ധങ്ങളെയും അവർ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും. പുതിയ ബന്ധങ്ങൾ അവർ ഉണ്ടാക്കാനായിട്ട് താല്പര്യപ്പെടും. അവരൊരിക്കലും ഇൻട്രോവേർട്ട് അല്ല, വളരെ എക്സ്ട്രോവേർട്ട് ഉള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഒരുപാട് ഫ്രണ്ട്സ് അവരുണ്ടായിരിക്കും. അവരുടെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര വലുതായിരിക്കും. അവരുടെ ഫ്രണ്ട് സർക്കിൾ അവരുടെ ജോലിയിൽ നിൽക്കുന്ന മണ്ഡലത്തിലോ അവരുടെ സാമുദായിക ചുറ്റുപാടുകളിലോ മാത്രം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കില്ല. അവരെപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫീൽഡിൽ നിന്നുള്ള, വ്യത്യസ്ത ഫീൽഡിൽ നിന്നുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നവരായിരിക്കും. അവര് അഫിലിയേഷൻ മോട്ടീവ് ഉള്ളവരാണ്. മൂന്നാമത്തെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പവർ മോട്ടീവ് ഉള്ളവരായിരിക്കും. പവർ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയുക, അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പവർ മോട്ടീവ് ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവർക്ക് എപ്പോഴും എന്താ പറയുക, അവര് വളരെ ആരുടെയും കീഴിൽ ജോലി ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. അവർ കൂടുതലും അവരെ ആദ്യം അതോറിറ്റി ഇഷ്ടപ്പെടുന്നവരല്ല. അവർ അതോറിറ്റേറിയൻ പേഴ്സൺ ആണ്. അവരുടെ മുകളിൽ അധികം അതോറിറ്റി അവർ ഇഷ്ടപ്പെടത്തില്ല. മറിച്ച് അവരായിരിക്കും മറ്റുള്ള ഇതിൽ അതോറിറ്റി എന്ന് പറയുന്നത്.
അതോറിറ്റിക്ക് കീഴ്പ്പെടുകയൊക്കെ ചെയ്യും. എങ്കിൽ പോലും കൂടുതലായിട്ടും അവര് അവരുടേതായ എന്താ പറയുക, അവരെപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കും, സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കും, അവര് അതോറിറ്റേറ്റീവ് പീപ്പിൾ ആയിരിക്കും, കമാൻഡ്മെന്റ് പവർ ഉള്ളവരായിരിക്കും. അതൊക്കെയാണ് ഈ എന്താ പറയുക പവർ മോട്ടീവായുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഈ മൂന്നും കിട്ടിയോ? അച്ചീവ്മെന്റ് മോട്ടീവ്, അഫിലിയേഷൻ കിട്ടി സാറേ, കിട്ടി. കിട്ടി. ശരി, താങ്ക് യു മാഡം. ഇനി ഞാൻ ഇത് തമ്മിൽ റിലേഷൻ എന്ന് പറയും. ഇത് മൂന്നും റിലേറ്റഡ് ആണ്. കാരണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ, റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഉണ്ടെങ്കിൽ മനുഷ്യൻ ശരിക്കും ഒരു എന്റർപ്രണറെ നല്ലൊരു കോമ്പറ്റൻസി. ഇതിന്റെ പിരിവുകൾ ഒത്തിരി വരുന്നുണ്ട് എങ്കിൽ പോലും ഈ മൂന്ന് ഞാൻ റിലേഷൻ എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി നമ്മുടെ ആയിരുന്നതായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറയാം. നടന്ന ഒരു സംഭവമാണ്. അഡ്വക്കേറ്റ് CK മേനോൻ എന്ന് പറഞ്ഞൊരു ഒരു വ്യവസായിയാണ്, തൃശ്ശൂർക്കാരനാണ്, ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം നമ്മുടെ യൂസഫ് അലി സാറിനെ പോലെ അതേപോലെ ഒരാളാണ്, ഏതാണ്ട് ആ റേഞ്ചൊക്കെ വരുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് CK മേനോൻ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നത്, ഉമ്മൻചാണ്ടി സാറ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ CK മേനോൻ സാർ അന്ന് അദ്ദേഹം ഗൾഫിലാണ്. ഇപ്പൊ ഈ ഗൾഫിൽ ഒരു നിയമം ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരു നിമിഷപ്രിയ എന്നൊരു പെൺകുട്ടി ഒരു വധശിക്ഷ കാത്തുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഒരു നൗഷാദ് തോന്നുന്നു, നമ്മുടെ ബോച്ചെ പൈസ പിരിച്ച കാര്യങ്ങൾ നമുക്കറിയാം. 33 കോടി 34 കോടി അങ്ങനെ പിരിച്ച്, അതായത് ഒരു റാൻസം മണി കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വധശിക്ഷ കാത്തു കഴിയുന്നവര് ഗൾഫിൽ നിന്ന് അവർക്ക് റിലീസാവും. അപ്പൊ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ 4 ചെറുപ്പക്കാര്, പാവപ്പെട്ട വീട്ടിലെ ചെറുപ്പക്കാരാണ്. അവരെ എങ്ങനെയോ ഈ വീടൊക്കെ പണയം വെച്ച് ഗൾഫിൽ പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്തോ ഒരു സംഭവം, ഇവർ 4 കൂടി അറബിയെ കൊലയുന്നു എന്തോ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ്. ഈ 4 പേരും ജയിലിലായി. ഈ 4 പേരും റിലീസിനായിട്ട് ഈ അറബിയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടത് 1,10,00,000 രൂപയാണ്. പക്ഷെ 1,10,00,000 രൂപ പോയിട്ട് 10,00,000 രൂപ ഇനി എടുക്കാനായിട്ട് യാതൊരു ത്രാണിയില്ലാത്ത വ്യക്തികളാണ് ഇവർ. ഇനി സംഭവിച്ച കാര്യം, ഈ വിഷയം എങ്ങനെയോ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നതായ ഉമ്മൻചാണ്ടി സാറിന്റെ കയ്യിൽ അദ്ദേഹം ഒരൊറ്റ ഫോൺ കോള് അഡ്വക്കേറ്റ് CK മേനോന്, ഈ 4 കുട്ടികളിലാർക്കും വേണ്ടിയിട്ട്, 4 ചെറുപ്പക്കാർക്കും വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് CK മേനോൻ 1,10,00,000 രൂപ കെട്ടിവെച്ചു. ഈ 4 പേര് റിലീസായി. ഈ 4 പേർ റിലീസായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ സാന്നിധ്യത്തിൽ ഇവരും ഇവരുടെ വീട്ടുകാരുമായിട്ട് കാണുമ്പോഴാണ് ആദ്യമായിട്ട് അഡ്വക്കേറ്റ് CK മേനോൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ 4 ചെറുപ്പക്കാരെ നേരിട്ട് കാണുന്നത്. ഞാൻ ഈ പറഞ്ഞതായ 3 കോമ്പിറ്റൻസികളും, അല്ലെങ്കിൽ കോമ്പിറ്റൻസി അല്ല, 3 എന്താ പറയുക മോട്ടീവുകളും ഇവിടെ ഉണ്ട്. അതായത് കോമ്പിറ്റൻസി തന്നെയാണ്. അതായത് ഒന്ന്, ആദ്യത്തത് അഫിലിയേഷൻ. ഈ പവർ മോട്ടീവ്, പവർ എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാതെ, നമുക്ക് ആ കസേരയിൽ നിന്ന് എഴുന്നേക്കാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം വി ആർ വെരി പവർഫുൾ. അല്ലാതെ നമ്മൾ കിടന്ന് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് പറ്റണം. ഇപ്പൊ സംഭവിച്ചത്, ഉമ്മൻചാണ്ടി സാറിന് ഒരൊറ്റ ഫോൺ കോള് അഡ്വക്കേറ്റ് CK മേനോന്, അതായത് ആ റിലേഷൻ ഉണ്ടായിരുന്നുകൊണ്ട്, ഐ മീൻ അഫിലിയേഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ഒരൊറ്റ ഫോൺ കോളിൽ ഇത് നടക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം അഫിലിയേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് പവർ കിട്ടി. ഈ പവർ നടന്നത് കൊണ്ട് അവിടെ ഒരു അച്ചീവ്മെന്റ് നടന്നു, ഒരു നേട്ടം നടന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫിലിയേഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പവർ ഉണ്ടാകും. ആ പവർ ഉണ്ടെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അച്ചീവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ നോക്കി, ഇവർ തമ്മിലുള്ള റിലേഷൻ, ഉമ്മൻചാണ്ടി സാറും CK മേനോൻ സാറും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ പക്കയായിരുന്നുകൊണ്ട്, അഫിലിയേഷൻ ആയതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന് ഒരു ഫോൺ കോളിൽ അദ്ദേഹത്തെ പറഞ്ഞ കാര്യം ചെയ്യിപ്പിക്കുവാൻ കഴിഞ്ഞു. ദാറ്റ് ഇസ് പവർഫുൾ ആണ്. ഇപ്പൊ പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം നമ്മൾ എന്താ പറയണേ, ഈ അഫിലിയേഷൻ മോട്ടീവ് ആണെങ്കിൽ അത്രമാത്രം നമ്മൾ പവർഫുൾ ആയിരിക്കും. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറൊക്കെ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് കഥകൾ വെളിയിലേക്ക് വന്നു, സംഭവങ്ങൾ വെളിയിലേക്ക് വന്നു, ഒരുപാട് പേരെ സഹായിച്ചത്. ഒറ്റ ഫോൺ കോളിൽ പല കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തു. എന്താണ് സംഭവം? ഒറ്റ കാര്യമുള്ളൂ, പവറായിരുന്നു, പവർഫുൾ ആയിരുന്നു, സൗമ്യനായിരുന്നു, പവർഫുൾ ആയിരുന്നു. അതായത് പവർഫുൾ എന്ന് വെച്ചാൽ വളരെ ക്രൂരമായിട്ടൊന്നുമല്ല പവർഫുൾ ഉദ്ദേശിക്കുന്നത്, അത് വളരെ സൗമ്യതയോടെ നമുക്ക് പവർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹം അതാ ചെയ്തത്. അദ്ദേഹത്തിന്റെ അഫിലിയേഷൻ ബന്ധങ്ങൾ അത്രമാത്രം വലുതായിരുന്നു. അതുകൊണ്ടാണ് പല അച്ചീവ്മെന്റ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഈ 3 തമ്മിലുള്ള റിലേഷൻ ഒറ്റ എക്സാമ്പിളിൽ മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. എന്ത് പറയുന്നു? ഹലോ, ആരെങ്കിലും ഒരാളും കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. പറയൂ. യെസ് സർ. ഓക്കെ, താങ്ക് യു. തോമസ് സാറും വെളിയിൽ പോയോ?
ഉണ്ടോ അവിടെ? ഇല്ല സാർ ഉണ്ട് ഇല്ല ഇല്ല കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. കണ്ടില്ല സാറേ, എക്സാമ്പിൾ പേര് മനസ്സിലായി. കണ്ടില്ല. പേര് കണ്ടില്ല. ഓക്കെ, നമുക്കപ്പം ഞാനിത് ഈ മൂന്നിന്റെ റിലേഷൻ മനസ്സിലായെങ്കിലേ ഈ മൂന്നിന്റെയും ബേസിലാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഇതിനെ നമ്മൾ മൂന്നായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക 10ഓളം കോമ്പറ്റൻസ്. ആ 10ഓളം കോമ്പറ്റൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 10ഓളം കോമ്പറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് ക്ലസ്റ്ററുകളായിട്ടാണ് ഈ ഡേവിഡ് മക്ലാഡ് ഇതിനെ തിരിച്ചത്. ഇത് ഒരു എന്റർപ്രണർ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3 ക്ലസ്റ്റർ. 1 അച്ചീവ്മെന്റ് ക്ലസ്റ്റർ, 2 പ്ലാനിങ് ക്ലസ്റ്റർ, 3 പവർ ക്ലസ്റ്റർ. ഈ അച്ചീവ്മെന്റ് ക്ലസ്റ്ററും പ്ലാനിങ് ക്ലസ്റ്ററിലും പവർ ക്ലസ്റ്ററിലുമായിട്ടായിട്ട് ഈ 10 കഴിവുകൾ ഒരു സംരംഭകന് വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ ഈ 10 കഴിവുകളാണ് ഒരു സംരംഭകനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്നത്. പ്രത്യേകിച്ചും ഒരു ലെസ് സക്സസ്ഫുൾ എന്റർപ്രണർ വ്യത്യസ്തമാക്കി മാറ്റുന്നത് ഈ 3 കഴിവ്, 3 അല്ലെങ്കിൽ 10 കഴിവുകളാണ്, 10 കോമ്പറ്റൻസിയാണ്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് ക്ലസ്റ്റർ. അതിനകത്തുള്ളതാണ്. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചൊക്കെ വരാം, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് ഇനിഷ്യേറ്റീവ്, പെർസിസ്റ്റൻസ്, ഡിമാൻഡ് ഫോർ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി, ഫുൾഫില്ലിംഗ് കമ്മിറ്റ്മെന്റ്, കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ്. ഈ 5 എണ്ണവും അച്ചീവ്മെന്റ് ക്ലസ്റ്ററിലാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്ത് വെച്ചത്. ഇനി പ്ലാനിങ് ക്ലസ്റ്റർ എന്ന രണ്ടാമത്തെ ഒരു ക്ലസ്റ്ററിലാണ് ഗോൾ സെറ്റിംഗ്, ഇൻഫോർമേഷൻ സീക്കിംഗ്, സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് മോണിറ്ററിങ്. ഇത് 3ഉം അദ്ദേഹം പ്ലാനിങ് ക്ലസ്റ്ററിലേക്ക് കൊടുത്തു. ഇനി പവർ ക്ലസ്റ്ററിലേക്ക് എത്തിപ്പെട്ടത് പെർസ്യൂഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഇത് 10 എണ്ണം. അപ്പം 5, 3, 8, 2, 10ആയി. ഈ 10 കോമ്പറ്റൻസികളാണ് ഒരു സംരംഭകനും വേണ്ടത്. ഇനി അപ്പൊ ഇത് 3ഉം ഈ 3 ക്ലസ്റ്ററാണ്. ഈ 3 ക്ലസ്റ്ററിൽ ആദ്യത്തെ ക്ലസ്റ്ററിൽ അച്ചീവ്മെന്റിൽ 5 കോമ്പറ്റൻസി, രണ്ടാമത്തെ ക്ലസ്റ്ററായ പ്ലാനിങ് ക്ലസ്റ്ററിൽ 3 കോമ്പറ്റൻസി, മൂന്നാമത്തെ ക്ലസ്റ്ററായ പവർ ക്ലസ്റ്ററിലാണ് 2 കോമ്പറ്റൻസി. അപ്പൊ 5 + 3 + 2 = 10. 10ഓളം കഴിവുകൾ, 10 കോമ്പറ്റൻസികൾ. ഇത് ചിലത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ ഈ ഒരു ചാർട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് ദിവസം പറയാമോ സാറേ? ആരെങ്കിലും? ഓക്കെ സർ, ആർക്ക് അഡ്മിറ്റ് ചെയ്ത് പറയാം? ആരെങ്കിലും പറയാമോ? ഇത് കിട്ടിയെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ അതും പറയാം കേട്ടോ. ഹലോ, ക്ലിയർ ആണ് സർ, പൊക്കോളൂ. ആരും ഒന്നും പറഞ്ഞില്ല സാറേ, കൊണ്ട് പിന്നെ കേൾക്കുന്നവരെ അഡ്മിറ്റ് ചെയ്ത് പറയൂ, സാറിന് റെസ്പോൺസ് കൊടുക്കും. ഇത് മനസ്സിലായോ സാർ ഒന്നും കൂടി വിവരിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അല്ല, ഇതൊന്ന് ജസ്റ്റ് വിവരിച്ചോളാം, പക്ഷെ ഞാൻ ജസ്റ്റ് മനസ്സിലായി. ഒന്നുകൂടെ പറയാം. 3 ക്ലസ്റ്റർ, അതായത് 3 ഗ്രൂപ്പായിട്ടാണ് അദ്ദേഹം ഈ സംരംഭന്റെ കഴിവുകളെ തിരിച്ചത്. ഒന്നാമത്തെ ഗ്രൂപ്പിന് അദ്ദേഹം ഇട്ട പേരാണ് അച്ചീവ്മെന്റ് ക്ലസ്റ്റർ. ഈ 3ആയിട്ട് തിരിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ 3 മോട്ടീവിന്റെ ബേസിലാണ്. ഏതാ? അച്ചീവ്മെന്റ് മോട്ടീവ്, പവർ മോട്ടീവ്, അഫിലിയേഷൻ മോട്ടീവ്. 3 മോട്ടീവിന്റെ ബേസിലാണ് ഈ 3ആയിട്ട് അദ്ദേഹം തിരിച്ചത്. അപ്പൊ അച്ചീവ്മെന്റ് ക്ലസ്റ്ററിനകത്ത് ഈ 5 എണ്ണം: ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് ഇനിഷ്യേറ്റീവ്, പെർസിസ്റ്റൻസ്, ഡിമാൻഡ് ഫോർ, ഇതിന്റെ ഡീറ്റെയിൽ അല്ല ഞാൻ ചോദിക്കുന്നത്, ഡിമാൻഡ് ഫോർ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി, ഫുൾഫില്ലിംഗ് കമ്മിറ്റ്മെന്റ്, കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ്. ഇത് 5 എണ്ണം ആദ്യത്തെ ഗ്രൂപ്പിൽ. രണ്ടാമത്തെ ഗ്രൂപ്പായ പ്ലാനിംഗ് ക്ലസ്റ്ററിൽ ഗോൾ സെറ്റിംഗ്, ഇൻഫർമേഷൻ സീക്കിംഗ്, സിസ്റ്റമാറ്റിക് പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ്. അതിന് മൂന്നാമത്തെ പവർ ക്ലസ്റ്ററിന്റെ 3ാമത്തെ ഗ്രൂപ്പിൽ പെർസുഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഇൻഡിപെൻഡന്റ് സെൽഫ് കോൺഫിഡൻസ്. ഇങ്ങനെയാണ് ഈ 10 എണ്ണത്തെ തിരിച്ചിട്ടേക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ അല്ല, ഓരോന്നിനും ഡീറ്റെയിൽ അല്ല ഞാൻ ചോദിച്ചത്. ഈ ഒരു തിരിവും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്രയും കാര്യങ്ങൾ മനസ്സിലാകുന്ന മേഡം ഞാൻ ചോദിച്ചത്. മനസ്സിലായി സാറേ. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നും ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒന്നും പറയാനായിട്ട് നമുക്ക് മുമ്പേ സമയമില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് കുറച്ച് ഞാൻ പറയാം. മറ്റൊരു കാര്യം, അപ്പൊ ഇത് 10 എണ്ണം ഓർത്തിരിക്കും. നമുക്കിത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ ഒരു കഴിവാണ്, ഞാൻ ഉദാഹരണം പറയുന്നതാണ്, എൻ്റെ ഒരു കഴിവാണ്, എനിക്ക് പേടിയില്ല. അതായത് രാത്രി ഇറങ്ങി നടക്കാൻ എനിക്ക് പേടിയില്ല. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? എങ്ങനെ മനസ്സിലാവും? ഒന്ന് പറയാമോ? ഇറങ്ങി നടന്ന് കാണിക്കണം. സാറേ, ഇറങ്ങി നടന്ന് കാണിക്കണം. ഇനി ഇറങ്ങി നടന്നാൽ മാത്രം മതിയോ? ഞാൻ ഇറങ്ങി നടക്കുക, രാത്രി ഇറങ്ങി നടക്കുക, ഒരു പാമ്പ് മുമ്പ് വരിക എന്ന് വെച്ചോ, ഞാൻ തിരിച്ച് ഓടുക. ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് പേടിയില്ല. ശരിയായോ? ഇല്ല. ഞാൻ റെസ്പോണ്ട് ചെയ്യണം അല്ലേ? അതായത് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞത് എൻ്റെ കോമ്പിറ്റൻസിയും പാമ്പിനെ കാണുമ്പം
ഞാനൊരു വടി എടുത്ത് തല്ലിക്കൊല്ലുന്നത് എൻ്റെ ബിഹേവിയറുമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കോമ്പിറ്റൻസി ഉണ്ടെന്ന്, എനിക്ക് ഈ കഴിവുണ്ടെന്ന് പബ്ലിക്കിന് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ലോകത്തിന് മനസ്സിലാവുന്നത്, എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ഞാൻ ഒരു സിറ്റുവേഷൻ വരുമ്പം ബിഹേവ് ചെയ്യുന്നതിലൂടെ. ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഹലോ, യെസ് സർ, മനസ്സിലായല്ലോ? മനസ്സിലായി. കോമ്പിറ്റൻസി എന്താ, ബിഹേവിയർ നടക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കണം. യെസ് യെസ് യെസ്, വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. ഞാൻ ബിഹേവിയർ ആണ് എന്ത്, എൻ്റെ കോമ്പിറ്റൻസി ഉണ്ടോ ഇല്ലോ എന്ന് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10ഓളം ഇനി അങ്ങ് പോയത് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അധികം പറയില്ലാന്ന് പറഞ്ഞു. ഈ 10ഓളം കോമ്പിറ്റൻസികളെ ഓരോ കോമ്പിറ്റൻസിക്കും 3 ബിഹേവിയർ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 എത്രണ്ണായി? ഓരോന്നിനും 3 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 3 ബിഹേവിയർ 30 അല്ലെ? ഓരോന്നിനും. അപ്പം അതിങ്ങനെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കത്തി തിയറിയായി പോകും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടാം. പിന്നെ എപ്പോഴെങ്കിലും പറയാം, അല്ലെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്താൽ മതി, നെറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഓരോ കോമ്പിറ്റൻസിക്കും ഇതുണ്ട്, ബിഹേവിയർ ഉണ്ട്. ഇനി ഞാനൊരു കാര്യം അങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ. സംരംഭകർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കോമ്പിറ്റൻസികൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഈ 10 സെൽഫ് കോൺഫിഡൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഗോൾ സെറ്റിംഗ്. വെരി ഗുഡ്, ഗോൾ സെറ്റിംഗ് ആണ്. കാരണം ബാക്കി 9 ഉണ്ടെങ്കിലും ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നൊരു കോമ്പിറ്റൻസി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിൽ ഒന്നും നേടാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ അത് ഈ പഴയ പായ്ക്കപ്പൽ പോലെ ഇരിക്കും, എവിടെയും ചെന്ന് ചെയ്യും, കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ച് ചെയ്യും. എന്തോ വ്യക്തമായ ഒരു എയിം വേണം, വ്യക്തമായ ഒരു ഗോള് വേണം ലൈഫിൽ എപ്പോഴും. അത് നമ്മളത് ഗോൾ സെറ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ട് നമ്മുടെ പി തോമസ് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എടുക്കണം. അപ്പൊ അതുകൊണ്ട് വളരെ അത് ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ടും ഞാൻ അധികം ഒന്നും പറയുന്നില്ല, വേറെ ഒന്നും പറയാം. ജസ്റ്റ് എന്നാലും ഗോൾ സെറ്റിംഗ് പറ്റി ഒരു കാര്യം ഞാൻ പറയാം. ഗോൾ സെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പ്ലാനിങ് ക്ലസ്റ്ററിൽ ഗോള് ഇമ്പോർട്ടൻ്റ് ഗോൾ സെറ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾ സെറ്റിംഗ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ കോമ്പിറ്റൻസിയും ലൈഫിൽ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഞാനതിപ്പോൾ കണക്കൊന്നും ഇപ്പോൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് നിങ്ങൾ പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. സാധാരണ പിള്ളേർ, ഇപ്പോൾ ഇന്നലെ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനൊരു കുറച്ച് അധ്യാപകരുടെ ഇടയ്ക്ക് ഈ അധ്യാപകരുടെ ക്ലാസ്സിൽ അവരുടെ പിള്ളേരോട് പറയാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. 18 വയസ്സുള്ള കൊച്ച്, 18 വയസ്സ്, കാരണം 18 വയസ്സുള്ള കൊട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഗുണിച്ച് തന്നെ, അല്ലെങ്കിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്രീൻ തന്നെ ഞാൻ കാണിച്ചു കൊടുത്തു. 18 × 365 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 18 × 365 അത്രയും ദിവസങ്ങൾ ഇന്ന് വരെ തിരിച്ച് കിട്ടാത്ത വിധം കടന്നുപോയി. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ഏജിനെ 365 ഗുണിച്ചു കഴിഞ്ഞാൽ അത്രയും ദിവസങ്ങൾ ഇനി തിരിച്ചു കിട്ടത്തില്ല, അത്രയും ദിവസങ്ങൾ തിരിച്ചു കിട്ടില്ല. മനസ്സിലായോ? ഇനി ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ബൈബിള് പറയുന്നത് ഇങ്ങനെയല്ലേ, മനുഷ്യന്റെ ആയുസ് 70 വയസ്സ്, ഏറെ ആയാൽ 80. ഇതാ ബൈബിള് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 75 എടുക്കാന്ന് പറഞ്ഞു. ഈ 75 വർഷത്തെ 365 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഏകദേശം 27,000 വരത്തില്ല കേട്ടോ. 27,000 ദിവസങ്ങൾ മാത്രമേ 27,000 28,000 ഒരു ദിവസം മാത്രമേ ഈ ജീവിക്കുന്നുള്ളൂ ഒരു മനുഷ്യൻ 75 വയസ്സിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ. അപ്പൊ അതിനകത്ത് ഈ ഞാൻ പറഞ്ഞു 18 ദിവസം വേണ്ട 6,500 അത്രയും ദിവസങ്ങൾ കടന്നുപോയി. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പൊ 50 വയസ്സുള്ള നമുക്കുണ്ടെങ്കിൽ 3-1 തീർന്നു. 27 ഏകദേശം 18,000 ദിവസങ്ങൾ തീർന്നുപോയി. ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 9,000 ദിവസമേ ഉള്ളൂ. നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ 18 വയസ്സുള്ള കൊച്ചിനെ സംബന്ധിച്ച് പിന്നെ ഒരു 25 വയസ്സ്, ഞാൻ ഇവരോട് പറഞ്ഞത് 25 വയസ്സിൽ നിങ്ങൾ സെറ്റിൽ എന്ന് വിചാരിച്ചു. അതിൽ 25ാമത്തെ വയസ്സിൽ ഒരു ജോലിയോ സംരംഭത്തോ ഒക്കെ ആയിട്ട്, അതായത് എവിടെയൊക്കെ ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യണം, പ്ലാൻ ചെയ്യണം, എല്ലാം ചെയ്തിട്ട് 25ാം വയസ്സിൽ സെറ്റിൽ ചെയ്യുന്ന അവസ്ഥ വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ 2000 ചില്ലുവാനം ദിവസം മാത്രമേ ഈ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? 2,200 അത്രയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള 7 വർഷത്തെ കാലാവധി ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരോട് പറയണം, ഈ 2,200 ദിവസങ്ങൾ, ഏകദേശം അത്ര, ഞാൻ കറക്റ്റ് കണക്ക് ഓർമ്മയില്ല, അത്രയും ദിവസങ്ങള് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടും ജീവിക്കാം, ഇഷ്ടപ്പെട്ടും ജീവിക്കാം. അതായത് അടിച്ചു പൊളിച്ച് തിരുവനന്തപുരംകാരുടെ ഭാഷ പറഞ്ഞ അറമാദിച്ച് അങ്ങ് ജീവിക്കാം. പിന്നെ ഉണ്ടല്ലോ 25 വയസ്സ് മുതൽ 75 വയസ്സ് വരെ ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ 18,000 ദിവസമുണ്ട്. അപ്പൊ ഈ 18,000 ദിവസം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ആദ്യത്തെ ഈ 2,200 ദിവസമാണ്.
അപ്പൊ ഈ 2200 ദിവസം കഷ്ടപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഇഷ്ടപ്പെട്ട് ജീവിക്കാം. 12,000 ദിവസം ഇഷ്ടപ്പെട്ട് ജീവിക്കും. എന്നാൽ ആദ്യത്തെ ദിവസങ്ങൾ ഇഷ്ടപ്പെട്ട് അടിച്ചു പൊളിച്ച് അറമാദിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം കഷ്ടപ്പെട്ട് ജീവിക്കണം. ഇത് പിള്ളേരുടെ ചോയ്സാണ്. ആദ്യത്തെ ദിവസം കഷ്ടപ്പെട്ട് ജീവിക്കണോ, ഇഷ്ടപ്പെട്ട് ചെയ്യും. അപ്പൊ നമ്മളെ ജീവിതത്തിലും ഗോള് പ്ലാൻ ചെയ്യുമ്പോൾ ദിവസങ്ങൾ എടുക്കുക. പ്രായോഗിക തലത്തിലാണ് ഈ പറയുന്നത്. ദിവസങ്ങൾ എടുക്കുക. അപ്പൊ എത്ര ദിവസം എനിക്ക് ബാക്കിയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട് എത്ര ദിവസം എനിക്ക് ബാക്കിയുണ്ട്? ഒരു സംരംഭത്വം ചെയ്തെടുക്കാനായിട്ടാണ്, ഒരു സംരംഭം അതിന്റെ ഫുൾഫിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിപ്പെടാനായിട്ടാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേൺ ഓവറിലേക്ക് എത്തിപ്പെടാനായിട്ടാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാഷ് ഫ്ലോയിൽ എത്തിച്ചേരാനായിട്ട്, അല്ല ഞാൻ നല്ലൊരു ട്രെയിനറായി മാറാനായിട്ട് ഇത്ര ദിവസം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇത്ര ദിവസം ആകണം. അങ്ങനെയെങ്കിൽ ആ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ചിലപ്പം 2000, 3000, 2000 ദിവസം തന്നെ 6-7 വർഷമായി, 2000, 3000 ദിവസമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2000 ദിവസം ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം? ഞാൻ ഓരോ ദിവസം എന്ത് ചെയ്യണം? ഇവിടെ നിന്നാണ് ഈ ശരിക്കും ഒരു സംരംഭകത്തെ ഈ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. മറ്റേ അതിനകത്ത് സംഭവങ്ങളെല്ലാം വേണം, മറ്റ് ലോണും കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ ആ സംരംഭകൻ എന്നുള്ള ജൈത്രയാത്ര ആരംഭിക്കുന്നത് തന്റെ ഗോൾ സെറ്റിങ്ങിലാണ്. അപ്പൊ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗോൾ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറികടക്കാനായിട്ട് പറ്റും. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും ശ്രീധന്യ സുരേഷിന്റെ ഫോട്ടോ കാണിക്കാറുണ്ട്. IAS നേടിയ ശ്രീധന്യ സുരേഷ്, ആദിവാസി വിഭാഗത്തിലുള്ള. എന്തുകൊണ്ടാ ഞാൻ പിള്ളേരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ അവർ ആ കൊച്ചിന്റെ വീടിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ പറയാറുണ്ട്. ആ കുട്ടി ഇപ്പൊ ഇരിക്കുന്ന കസേരയുടെ വലിപ്പം എന്താണെന്ന് ഒരുപക്ഷെ തിരിച്ചറിയാനായിട്ട് അവരുടെ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയും. ആ സാഹചര്യത്തിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷയായ സിവിൽ സർവീസ് എക്സാമിനേഷൻ 2018 ആണ്ടിലെ 420ാമത്തെ റാങ്കോടുകൂടെ പാസ്സാകാനായിട്ട് ശ്രീധന്യ സുരേഷിനെ സഹായിച്ച കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർ ഡിറ്റർമിനേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ് ആയിരുന്നു. അപ്പൊ ശക്തമായ ഒരു ഗോൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര വലിയ ടെംപ്റ്റേഷനെയും എത്ര വലിയ പ്രതികൂലങ്ങളെയും സാമ്പത്തിക പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ സംരംഭകനായിക്കോട്ടെ, നമ്മുടെ പേഴ്സണലായിക്കോട്ടെ, ഗോൾ സെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അടുത്ത വേണ്ട ഒരു കോമ്പിറ്റൻസി, ഗോള് കഴിഞ്ഞാൽ അടുത്ത വേണ്ട കോമ്പിറ്റൻസി, പ്ലാനിംഗ് ക്ലാസ്സിലാണ് നിൽക്കുന്നത്. അടുത്ത വേണ്ട ഒരു കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറയും. പ്ലാനിങ് ഫേസ്. പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പ്ലാനിങ് ഇല്ലാതെ ഒരിക്കലും ഗോള് മാത്രം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം പ്ലാനിങ് ഇല്ലാത്ത ഗോള് ഡ്രീമായിട്ട്, സ്വപ്നമായിട്ട് അവശേഷിക്കും. പ്ലാനിങ് ഇല്ലാത്ത ഗോള് സ്വപ്നമായിട്ട് അവശേഷിക്കും. അതായത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു വാചകം പറയാം. 1000 ദിവസം തികയുന്നതിന് മുമ്പ് കേരളത്തിന് അഭിമാനമായിട്ട് കൊച്ചിയുടെ മണ്ണിലൂടെ മെട്രോ ട്രെയിൻ ഓടിയെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രീധൻ സാറിനും കൂട്ടർക്കും ശക്തമായൊരു ഗോൾ മാത്രമല്ല, വ്യക്തമായൊരു പ്ലാനിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പം പ്ലാനിങ് ഫേസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ ഈ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യണം, ആ ഗോളിന് നമുക്ക് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെയാ വേണ്ടേ, ഞാൻ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടേ, എഴുതി വെച്ചൊരു പ്ലാന്, അല്ലെ? നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, ISRO മംഗൾയാനും ചന്ദ്രയാനും പോലെയുള്ള സംഭവങ്ങളൊക്കെ പൊക്കി വിടുമ്പോ ISROയുടെ ചെയർമാൻ ബാംഗ്ലൂരിൽ ISROയുടെ ക്യാൻറ്റീനിലേക്ക് ഒരു ദിവസം രാവിലെ 5:30 ആയപ്പോൾ അവിടുത്തെ ശാസ്ത്രന്മാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട്, വാടാമക്കളെ നമുക്കൊരു കട്ടൻ ചായം കുടിച്ചോണ്ട് മംഗളയാൻ പൊക്കി വിട്ടോളോ എന്നൊന്നും അല്ല പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു 10-15 മിനിറ്റുകളുടെ കൗണ്ട് ഡൗൺ ആയിരുന്നെങ്കിൽ ISRO എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതൊരു 4-5 വർഷത്തെ മിഷനാണ്. അവർക്ക് ആ ഗോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇന്ന ഗോളുണ്ട്, ഇന്ന സംഭവം മുകളിലേക്ക് ഒന്ന് പൊങ്ങി പോകണം. അങ്ങനെയെങ്കിൽ 5 വർഷം ഓരോ വർഷവും എന്ത് ചെയ്യണം, ഓരോ സോഫ്റ്റ്വെയർ എപ്പോൾ ലോഡ് ചെയ്യണം, ഓരോ നട്ട് എപ്പോൾ ഇടണം, ഓരോ ബോൾട്ട് എപ്പോൾ ഇടണം, ഇതൊക്കെ എപ്പോൾ ഓരോ സമയം എന്തൊക്കെ ചെയ്യണം. ഇത് പലതും കോൺട്രാക്ട് കൊടുത്തേക്കുമായിരിക്കും പല കമ്പനികൾക്കും. എപ്പോൾ കോൺട്രാക്ട് കൊടുക്കണം, എപ്പോൾ അത് തിരിച്ചു മേടിക്കണം, അത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് അതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്ന 10-15 മിനിറ്റ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഓരോ മിഷനും വർഷങ്ങൾ നീണ്ടുന്ന ഒരു ഗോളിന്റെയും പ്ലാനിങ്ങിന്റെയും ഫലമാണ്. പലപ്പോഴും ലൈഫില് നമ്മൾ തോറ്റു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഗോൾ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. പ്ലാനിങ് ഫേസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, എന്താ നിങ്ങളുടെ ഗോൾ എന്തുവാ? അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കരിയർ പറയുന്ന 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇന്ന കോഴ്സ് എടുക്കാന്നുള്ളതല്ല നിങ്ങളുടെ ഗോള്. നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? നിങ്ങൾ ഒരു 45 വയസ്സാകുമ്പോൾ നിങ്ങൾ ആരായി തീരണം? നിങ്ങൾ ഇന്ത്യയിലെ ജഡ്ജ് ആവണോ, അല്ല ഒരു കാർഡിയോളജിസ്റ്റ് ആവണോ, അതോ നിങ്ങൾക്ക് ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ജീവിക്കണമോ, അതോ നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് മാറണമോ, അതോ നിങ്ങൾക്ക് ഒരു ആക്ച്വറിയൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറണമോ, അതോ നിങ്ങൾക്കൊരു MS സ്വാമിനാഥനെ പോലെ ഒരു കൃഷിശാസ്ത്രജ്ഞനാണോ?
അതോ ചരിത്രത്തിൽ ഇന്ന് വരെ നോബൽ പ്രൈസ് എന്നൊരു സംഭവം കേരളത്തിന് കൊണ്ടുവന്നിട്ടില്ല, എന്നിലൂടെ ഒരു നോബൽ പ്രൈസ് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കും, അത് എക്കണോമിക്സ് നോബൽ പ്രൈസ് മേടിക്കണമോ, അത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് ഒരു ഗോളുകളാണ്. ആ വ്യക്തമായ ഗോളുകൾ അതിന് പ്ലാൻ ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും പഠിപ്പിക്കണം. സംരംഭകരെ മാത്രമല്ല, നമ്മുടെ ലൈഫിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ലൈഫിലും ഒക്കെ പ്ലാനിങ് ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ്. അവർക്ക് അറിയില്ലായിരിക്കും പ്ലാൻ ചെയ്യാനായിട്ട്. എഴുതി വെച്ചൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ISRO ചെയ്യുന്ന പോലെ ഇന്ന സമയത്ത് ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ അറിയേണ്ടി വരും, പല ഇൻഫോർമേഷൻ വേണ്ടി വരും. അതാണ് മൂന്നാമത്തെ കോമ്പിറ്റൻസി. ഞാൻ ബിഹേവിയർ ഒന്നും പറയുന്നില്ല കേട്ടോ, ബിഹേവിയർ എല്ലാം പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. ഇൻഫോർമേഷൻ സീക്കിംഗ് എന്ന് പറയും. ഇൻഫോർമേഷൻ സീക്കിംഗ് ഒരു സംരംഭകനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജി അറിയേണ്ടി വരും, തന്റെ ജോലിക്കാരെ പറ്റി അറിയേണ്ടി വരും, തനിക്ക് ആവശ്യമുള്ള മെഷീനറി പറ്റി അറിയേണ്ടി വരും, തനിക്ക് റോ മെറ്റീരിയൽ പറ്റി അറിയേണ്ടി വരും. ഞാനിവിടെ പറയട്ടെ, നമ്മൾക്ക് നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ കപ്പയിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഉദാഹരണമായിട്ട് കപ്പയിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണം. CTCRI എന്ന് പറഞ്ഞ ടോപ്പ് സ്ഥാപനം നമുക്ക് കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്ത്. സെന്റർ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെന്റർ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. കപ്പയിൽ നമുക്ക് കപ്പ ചിപ്സും കപ്പ ബിരിയാണിയും കപ്പ ചിപ്സും ഒക്കെ നമുക്ക് അറിയാവുള്ളൂ. പക്ഷെ കപ്പയിൽ നിന്ന് ഒരുപാട് ഇറ്റാലിയൻ ഡിഷായ പാസ്ത വരെ കപ്പയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻഫർമേഷൻ അവിടെ കിട്ടും. മീലിൽ നിന്ന് പ്രോഡക്റ്റ് വേണോ, CIFT കിട്ടും. ഞാൻ പറഞ്ഞത് എന്തിനെപ്പറ്റി നമുക്കറിയണമോ അതിന് ഇൻഫോർമേഷൻ തരാനായിട്ട് ആരൊക്കെയുണ്ടോ അവരിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണം. അതൊരു സംരംഭകന്റെ ജീവിതത്തിലും വ്യക്തിപരമായി നമ്മുടെ ഉയർച്ചയുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫോർമേഷൻ സീക്കിംഗ്. ഇന്നതിന് ആരെ കിട്ടണം, ആരെ പറ്റി അറിയണം. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, സംരംഭകരുടെ അടുത്ത്, ഒന്നില്ല നമുക്ക് വിവരം വേണം. ഇനി നമുക്ക് വിവരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിവരമുള്ളവൻ ആരാണെന്നുള്ള വിവരം ഉണ്ടായാൽ മതി. ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടെ പറയാം. ഒന്നില്ല നമുക്ക് സ്വന്തമായിട്ട് വിവരം വേണം, ഇല്ലെങ്കിലും സാരമില്ല, ആർക്ക് വിവരമുണ്ടെന്നുള്ള കാര്യത്തിനെ പറ്റി വിവരമുള്ളവർ ആരാണെന്നുള്ള വിവരമെങ്കിലും നമുക്കുണ്ടായാൽ മതി. എന്ന് പറഞ്ഞാൽ ആ റിലേഷൻ ഉണ്ടായാൽ മതി, ആ അഫിലിയേഷൻ ഉണ്ടായാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് പോവാം. ആ ബന്ധം ഉണ്ടായാൽ മതി. എനിക്ക് ഇവിടെ ഇരുന്ന് ഒരു കാര്യം അറിയണം, എനിക്ക് അവിടെ ബന്ധം ഉണ്ടായാൽ മതി. ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സജീവമായതുകൊണ്ട് തന്നെ ഈ പലരും എന്നെ വിളിക്കാറുണ്ട്. മിനിഞ്ഞാന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, ഇന്നലെ രാവിലെ വിളിച്ചിട്ട് പുള്ളിക്ക് ഇങ്ങനെ ചിപ്സിനെ പറ്റിയും കപ്പ ഇങ്ങനെ കുറേ കാര്യം പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിന്റെ അധികം ഡീറ്റെയിൽ പറയാൻ അറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, CTCRI സയന്റിസ്റ്റ് ആണ്, ഡോക്ടർ ഷാനവാസ്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് പറ്റുന്ന ഇൻഫർമേഷൻ അദ്ദേഹം തന്നിരിക്കും. അല്ലെങ്കിൽ മറ്റു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പുള്ളിയുടെ ബന്ധങ്ങളെ പുള്ളി കണക്ട് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ ക്ലാസ് കൊണ്ട് പറ്റില്ല, ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം ഒരു സോറിയൊക്കെ പറഞ്ഞ് താമസിച്ച് പോയി കേട്ടോ എന്ന് പറഞ്ഞ് ഈ ഷാനവാസ് സാറിന്റെ നമ്പർ ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞത് എനിക്ക് അതിനെ പറ്റി വിവരമില്ല കാര്യമായിട്ട്, പക്ഷെ വിവരമുള്ള ഷാനവാസിനെ പറ്റി വിവരം എനിക്ക്. അതായത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ അഫിലിയേഷൻ നമുക്ക് വേണം. നോക്കിക്ക്, ഞാൻ ആദ്യം പറഞ്ഞ സംഭവം തന്നെ ഉമ്മൻചാണ്ടി സാർ പോലെ വലിയ കാര്യമൊന്നുമല്ല, ഇത് അഫിലിയേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, കാര്യം നടന്നു, പവർ ഉപയോഗിക്കാൻ പറ്റി, അദ്ദേഹത്തിന് കാര്യം നടന്നു, അച്ചീവ്മെന്റ് നടന്നു. ഈ മൂന്നും ഞാൻ ആദ്യം പറഞ്ഞ ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ പ്ലാനിങ് ക്ലസ്റ്ററെ പറ്റി വളരെ പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഗോൾ സെറ്റിംഗ്, ഇൻഫർമേഷൻ സീക്കിംഗ്, സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് മോണിറ്ററിംഗ്. ഇതിനെപ്പറ്റി, ഈ മൂന്നിനെ പറ്റി, അതെങ്കിൽ പ്ലാനിങ് ക്ലസ്റ്ററിനെ പറ്റി തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ മനസ്സിലായത് മനസ്സിലായി സാറേ. ക്ലിയർ അല്ലേ സാറേ? എനിക്ക് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. അടുത്ത ഞാൻ അച്ചീവ്മെന്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്നു. പെട്ടെന്ന് പറയാം. അച്ചീവ്മെന്റ് ക്ലസ്റ്ററുകളിലോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ, അവരെ സംബന്ധിച്ച് ഒന്നാമത്തെ അങ്ങനത്തെ കോമ്പിറ്റൻസി 10 ജസ്റ്റ് പറയാൻ തോന്നുന്നത്. അങ്ങനത്തെ കോമ്പിറ്റൻസികൾ കൂടുതൽ, ഇതെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ, ഈ 10 ഒക്കെ എല്ലാവരിലും ഉണ്ട്, പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഒന്നാമത്തെ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് ആൻഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും എന്താ പറയണേ, ഈ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളെ തേടി നടക്കുന്നവരാണ്. എനിക്കൊരു 10-25 വയസ്സുള്ള സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് എവിടെ യാത്ര ചെയ്യാം, വീട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പം ചെങ്ങന്നൂർ ഒരു ഭാഗത്താണ്, ബസ്സിലാണ് ഞാൻ, സൈഡ് സീറ്റ് ഇരിക്കുക, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്തിരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അന്നൊരു 10-50 വയസ്സുള്ള ചേച്ചി ഓടി വന്നിട്ട് എൻ്റെ കൂട്ടുകാരനെ തള്ളി പുറത്താക്കിയിട്ട് ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ്, എനിക്ക് അവിടെ ഇരിക്കണം പറഞ്ഞ് വിളിക്കാതെ അവിടെ ഇരുന്നു. ഒരു പ്രായമുള്ളൊരു 19 വയസ്സ്, ഞങ്ങൾക്കൊന്ന് 10-25 വയസ്സൊക്കെ കഷ്ടമുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവൻ എഴുതി കൊടുത്തു. പുള്ളിക്കാർ തിരുന്ന വഴി എന്നോട് വർത്താനൊക്കെ പറഞ്ഞ്, ചുരുക്കം പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബ്രോക്കറാണ്. പുള്ളിക്കാരത്ത് എനിക്ക് കല്യാണം ആലോചിച്ചത് കണ്ടത്. ഞാൻ പറഞ്ഞത്
ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് ഇനിഷ്യേറ്റീവ്. ഈ ബ്രോക്കർമാരൊക്കെ നോക്കിയാൽ അറിയാം, ഈ പ്രത്യേകിച്ച് സ്ഥല ബ്രോക്കർമാരോ കല്യാണ ബ്രോക്കർമാരൊക്കെ എവിടെ ചെന്നാലും, കല്യാണ ബ്രോക്കർമാരാണെങ്കിൽ അവരെപ്പോഴും കല്യാണം കഴിക്കാത്ത പയ്യന്മാരെയും പെൺകുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കും. മറ്റവരാണെങ്കിൽ ഏതെങ്കിലും സ്ഥലം കച്ചവടം നടത്താൻ പറ്റും നോക്കിക്കൊണ്ടിരിക്കും. അല്ലെ, നമ്മുടെ ഒരു കല്യാണത്തിന് പോയാൽ നമ്മൾ ഈ ബിരിയാണി ചെമ്പും ഇതൊക്കെ നമ്മൾ കാണുള്ളൂ, പക്ഷേ ഇവരത് ഇതും കൂടെ കാണും. അവരെപ്പോഴും അത് നടത്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ എവിടെ ഉണ്ടെന്ന് തേടി നടക്കുന്ന സ്വഭാവമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സീക്കിംഗ്. അപ്പൊ നമ്മുടെയൊക്കെ ഒരു ലൈഫിൽ അങ്ങനെ ഒരു സംരംഭകനാണെങ്കിലും അല്ലെങ്കിലും അവസരങ്ങളെ കണ്ടുപിടിക്കുക, തേടി നടക്കുക, ഇനിഷ്യേറ്റീവ് എടുക്കുക, അപ്പൊ മുൻകൈ എടുക്കുക. രണ്ടാമത്തെ കൂടെ പറയുന്ന മുൻകൈ എടുക്കുക. അവരെ മടിച്ചു നിൽക്കുന്നവരല്ല, അവര് ഏത് കാര്യത്തിനും മുൻപോട്ട് വരും. അവരെപ്പോഴും എന്താ പറയുക, മുൻകൂട്ടി വന്നിട്ട്, മുൻപേ വന്നിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാ. പിറകോട്ട് വലിക്കുന്നവരല്ല. ഞാൻ കടുക് പൊട്ടുമ്പോഴുള്ള സ്വഭാവക്കാരാ. ആദ്യം ഞാൻ പൊട്ടാം അല്ല, അങ്ങനത്തെ സ്വഭാവക്കാരാ ഈ ഓപ്പർച്യൂണിറ്റി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പെട്ടെന്ന് ഞാൻ പോട്ടെ. രണ്ടാമതൊരു സ്വഭാവക്കാരെന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അവര് പിടിവിടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരതിന്റെ അന്ത്യം കണ്ടത്, തടസ്സങ്ങൾ എന്ത് വന്നാലും ആ തടസ്സങ്ങളിലെ മറികടക്കാനായിട്ട്, ഓവർകം ചെയ്യുവാനായിട്ട് അവര് കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കും. അവർ മറ്റു വഴി കണ്ടുപിടിക്കും. വെള്ളം ഒഴുകുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ, വെള്ളം ഒഴുകി പോകുമ്പോൾ ഒരു പാറ കിടപ്പുണ്ട്, ചെറിയൊരു പാറ കിടപ്പുണ്ട്, ഒരു കല്ല് കിടപ്പുണ്ട്, എന്നാൽ ഞാൻ പുറകോട്ട് പോരാന്നല്ല അവൻ പോകും തീരുമാനിക്കുന്നത്. അവൻ വേറെ വഴി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ മറ്റൊരു വഴി, അതൊരു പ്ലാൻ ബിയോ പ്ലാൻ സിയോ അവരുടെ മുമ്പിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞേക്കാം. അതാണ് പെർസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വരുമ്പോൾ, ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങിയപ്പോഴും തടസ്സങ്ങൾ വരുമ്പം മടിച്ച് പുറകോട്ട് പോരുന്നവരാണോ നമ്മൾ? അങ്ങനെ ആവരുത്. മറിച്ച് അതിന്റെ അടുത്ത വഴി കണ്ടുപിടിക്കുന്ന, ഓൾട്ടർനേറ്റീവ് വഴി കണ്ടുപിടിച്ച് ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനുള്ള സ്വഭാവമുള്ളവരായിരിക്കണം നമ്മൾ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി. ഡിമാൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും വളരെ ഒരു ക്വാളിറ്റിക്കും എഫിഷ്യൻസിക്കും മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കും. നോക്കിക്കോ, തകർന്നു പോകാത്ത ബിസിനസ്സുകൾ എടുത്തു നോക്കുക. വർഷങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചു നിൽക്കുന്ന പല ബിസിനസ് ബ്രാൻഡുകളും അവരൊരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല, അവർ എഫിഷ്യൻസി കോംപ്രമൈസ് ചെയ്യത്തില്ല, അവരൊരിക്കലും അവരുടേതായ പ്രോഡക്റ്റ് ക്വാളിറ്റിയിലോ അവരുടെ കോമ്പറ്റൻസ് അല്ലെങ്കിൽ അവരുടേതായ പ്രോഡക്റ്റിനെ മാത്രമല്ല അവരുടെ സ്ഥാപനത്തിൽ വരുന്ന സംരംഭകരോട് അല്ലെങ്കിൽ മറ്റ് പൊതുജനങ്ങളോട് പെരുമാറുന്ന ഒരു കഴിവില് ക്വാളിറ്റിയിലൊന്നും അവർ വിട്ടുവീഴ്ച ചെയ്ത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും ക്വാളിറ്റി പരമായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത് വളരെ അത് ചെറിയ കാര്യമായിട്ട് വലിയ കാര്യമായിക്കോട്ടെ, ഒരു ചെറിയ അസൈൻമെന്റ് എഴുതി തീർക്കുന്ന കാര്യമായിക്കോട്ടെ, കുട്ടികളാണെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയില്ല, ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കെന്ന് പറയത്തില്ലേ, അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അതോ കൃത്യമായിട്ട് ഡിമാൻഡ്, നമുക്ക് ഞാൻ ചെയ്യുന്നതിന് ഒരു വെറൈറ്റി വേണം, അതും നമുക്ക് അച്ചീവ്മെന്റാ, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം, ഒരു ക്വാളിറ്റി, എൻ്റെതായ ഒരു സിഗ്നേച്ചർ അതിനകത്തുണ്ടായിരിക്കണം. ഞാൻ എഴുതുന്ന ലേഖനങ്ങൾക്ക്, ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾക്ക്, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാം ഞാൻ എൻ്റെ പ്രോഡക്റ്റിനാണ്, എൻ്റെ സർവീസിനാണ് ഇന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കും. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമുക്ക് ചെയ്യുന്നുണ്ടോ? അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഫുൾഫില്ലിങ് കമ്മിറ്റ്മെന്റ്. അവരെപ്പോഴും അവർ പറയുന്ന കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരിക്കും. അതായത് ഒരു തയ്യൽക്കാരനാണ്, ചെറിയൊരു സംഭവം, ഒരു തയ്യൽക്കാരനാണ് ഇന്ന ദിവസം 5 മണിക്ക് കൊടുക്കാന്ന്, ഒരു തയ്യച്ച് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ സാറേ സോറി അടുത്ത ആഴ്ച വരാം, അല്ലെങ്കിൽ നാളെ വരാവോ, നാളെ അല്ല ആവുള്ളൂ, അതിന്റെ ബട്ടൺസ് പിടിപ്പിക്കാനുണ്ട്, അതിന്റെ സിബ് പിടിപ്പിക്കാനുണ്ട് എന്ന് പറയുന്നവരാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതായിരിക്കും ഫുൾഫില്ലിങ് കമ്മിറ്റ്മെന്റ്. അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ലൈഫിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, അത് വാക്കിന് വിലയുള്ളവരാണ്. ഞാനിത് എനിക്ക് ഈ ടൈമിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കൊല്ലണ വാശി. ഒരാളോട് ഒരു സമയം പറഞ്ഞ് ഞാൻ മാക്സിമം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയും. കാര്യം എന്നറിയോ, 10 പേര് നമ്മളെ കാത്ത് 10 മിനിറ്റ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കാരണം 100 മിനിറ്റോ നഷ്ടപ്പെടുന്നതാണ് എന്താ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ഥലത്ത് ചെല്ലാന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഞാനത് മാക്സിമം ഞാൻ ചെയ്തിരിക്കും. പലപ്പോഴും ഈ ഭാര്യ ഞാൻ അടി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം ഞാനോട് തോന്നുമ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കും, പുള്ളിക്കാരത്തി ലേറ്റാണ്. അപ്പൊ ഞാൻ എനിക്ക് സമയമുണ്ട്, എൻ്റെ ടൈം വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സമയത്ത് ഇറങ്ങുക, ആ സമയത്ത് ചെയ്യുക. അത് സമയം മാത്രമല്ല, ഈ നമ്മളെ വിശ്വസ്തനായിരിക്കാൻ മനസ്സിലാവും എന്തിലും, അല്ലെ, വിശ്വസ്തനായിരിക്കണം. ഇങ്ങനെ പല ബൈബിളിൽ ഇങ്ങനെ വിശ്വസ്തനായിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഞാൻ 5-6 മേഖലകളിൽ പറയാറുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം നമ്മൾ, പണവിനിയോഗത്തില്, സമയത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം നമ്മൾ, ബന്ധങ്ങളിൽ വിശ്വസ്ത പുലർത്തണം നമുക്ക്, പണത്തിന്റെ കാര്യത്തിൽ, സമയത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ കഴിവുകളുടെ കാര്യത്തിൽ,
അതായത് നമുക്ക് കുറെ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അതെന്തിനാ? ഫോർ ദ ഫുൾ യൂട്ടിലൈസേഷൻ. എന്തിനാ? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക്കാ. എനിക്ക് വേണ്ടിയിട്ടുള്ള അല്ല. അല്ല, നിറഞ്ഞു കവിയുന്ന അനുഗ്രഹം എന്നൊക്കെ പറയുന്നതിനാ. എനിക്ക് വേണ്ടിയിട്ടുള്ള, എനിക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ, എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിവുണ്ടെങ്കിൽ, എനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ, എനിക്ക് ഒരാളെ എന്താ പറയുക കൗൺസിൽ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, അതിന്റെ ബെനിഫിഷ്യറി പബ്ലിക്കിനാണ്. ആ കമ്മിറ്റ്മെന്റ്, എന്റെ കഴിവുകളിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കുക, എന്റെ സമയത്തിൽ കമ്മിറ്റ്മെന്റ്, അത് നമുക്ക് ഉണ്ടാക്കണം. അഞ്ചാമതായിട്ട് റിസ്ക് ടേക്കിംഗ്. അത് കാൽക്കുലേറ്റ് റിസ്ക് ടേക്കിംഗ് ആണ്. നമുക്കറിയാം, നമ്മളതിന്റെ കൃത്യമായിട്ട് അതിന്റെ ഒരു ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ എല്ലാവരും തന്നെ ഉദയനാണ് താരം എന്നൊരു സിനിമയ്ക്കകത്ത് ഒരു സംഭവം കണ്ടതാണ്. ഭാവന ഒരു ഹോട്ടൽ മുറിയുടെ ഒരു 5-6 നിലയുള്ള ഹോട്ടലിന്റെ മുറിയിൽ നിന്ന് ശ്രീനിവാസനെ പറ്റിച്ചിട്ട് താഴോട്ട് ചാടുന്ന സീനുണ്ട്. ഭാവന ചാടുന്ന താഴെ ഭാവനെ പോലെ പെൺകുട്ടി അവിടെ കിടപ്പുണ്ട്. അത് സിനിമ ടെക്നിക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഭാവന ചാടുന്നത് നിലത്തേക്കല്ല, ഒരു നെറ്റിലേക്കാണ്. ചാടുന്നുണ്ട്, റിസ്ക് എടുക്കുന്നുണ്ട്. കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ്. ഒരിക്കലും ഒരു സംരംഭകൻ വെറുതെ പൈസ എടുത്ത് വീശത്തില്ല, വെറുതെ പൈസ എടുത്ത് കളയത്തില്ല. റിസ്ക് എടുക്കും, പക്ഷെ കാൽക്കുലേറ്റഡ്. നമുക്ക് പറ്റുന്നുണ്ടോ? റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കുന്നതിനെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് വെറും റിസ്ക് അല്ല, കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ഈ ഒരു സ്വഭാവം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, ഓപ്പർച്യൂണിറ്റി സീക്കിംഗ്, ഇനിഷ്യേറ്റീവ്, അവസരങ്ങൾ തേടിയെടുക്കുന്ന മുൻകൈ എടുക്കുന്നവരാണ്. അവര് എന്ത് പ്രശ്നം വന്നാൽ പുറകോട്ട് പോകാത്തവരാണ്. അവരുടെ ക്വാളിറ്റിയിൽ, അവർ എഫിഷ്യൻസിയിൽ വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. അവർ കമ്മിറ്റ്മെന്റ്, വിശ്വസ്തരായവരാണ്, വാക്കിന് വിലയുള്ളവരാണ്, കാൽക്കുലേറ്റ് റിസ്ക് എടുക്കുന്നവരാണ്. ഈ 5 കോമ്പിറ്റൻസുകൾ അച്ചീവ്മെന്റ് ക്ലസ്റ്റർ എന്നൊരു ഒരു കൂട്ടക്കകത്താണ് വരുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി, നന്നായി. താങ്ക് യു സാർ. ഞാൻ ആ ബിഹേവിയറിലേക്ക് ഒന്നും കടക്കുന്നില്ല, ജസ്റ്റ് ഇതെന്ന് പറഞ്ഞു. ഇനി അടുത്ത 2 കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ ഇപ്പോ പ്രോമിസ് ചെയ്ത വേറെ 2 കാര്യങ്ങളുണ്ട്. കാരണം ഫുൾഫില്ലിംഗ് കമ്മിറ്റ്മെന്റ് എനിക്കും ബാധകമാണ്. പെർസ്യൂഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡയഗ്രം കൂടെ കാണിച്ചത്. പെർസ്യൂഷൻ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ അഫിലിയേഷനാണ്. ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. പെർസ്യൂ ചെയ്യുന്നവരാണ്, ബന്ധങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുന്നവരാണ് അവര്. അങ്ങനെയുള്ളവരാണ് പെർസ്യൂഡ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരും. അത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് സെൽഫ് കോൺഫിഡൻസ്. അവർ സെൽഫ് കോൺഫിഡൻസ് കൂടുതലുള്ളവരാണ്, പവർ ക്ലസ്റ്റർ ഉള്ളവർ. അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി അവർക്ക് അതോറിറ്റി ഉള്ളവരായിരിക്കും. അവർ അതോറിറ്റി കീഴിൽ ആകാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി അവർ തന്നെ അതോറിറ്റി ഉള്ളവരാണ്. അവർക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ്. അത് ഇഷ്ടപ്പെടുന്നവരാണ് അവർ. സെൽഫ് കോൺഫിഡൻസ് പറയുമ്പോൾ ഇൻഡിപെൻഡൻസ് മറ്റൊരു കാര്യമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാൻ കൂടെ തയ്യാറുള്ളവരാണ്. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാ ഉയർന്ന പോസ്റ്റുകൾക്ക് ശമ്പളം കൂടുതൽ? ചിലർ പറയുന്നത് കാരണം കൂടുതൽ ജോലി, ഒരു ഓഫീസിനെ സംബന്ധിച്ച്, ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫിസിക്കൽ പണി കൂടുതൽ താഴെയുള്ളവരാണ്. പക്ഷേ മുകളിലുള്ളവർക്ക് ശമ്പളം കൂടും. അത് എവിടെ അങ്ങനെ അല്ലെ? നമുക്കൊരു ആർക്കിടെക്റ്റിനെ അറിയാം. ഈ ആർക്കിടെക്ട്, ഇപ്പൊ ഞങ്ങളുടെ വീട് പണിത്, ആർക്കിടെക്ട് സൈറ്റിൽ വന്നു പോകുന്നതിന് അദ്ദേഹത്തെ ചാർജ് 10,000 രൂപ എൻ്റെ വീട് പണിത്. പക്ഷെ ഇവിടെ പണിയുന്ന എൻ്റെ കൊച്ചപ്പനിവിടെ വീട് പണിത്. എൻ്റെ പപ്പയുടെ അനിയൻ ഇതിന്റെ പ്ലാസ്റ്റിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചപ്പനുണ്ട് എനിക്ക് തോന്നുന്നു 1,200 കണ്ട ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചപ്പന്റെ ഏകദേശം 9-10 ദിവസത്തെ അധ്വാനം ആർക്കിടെക്ട് ഇവിടെ വന്ന് 2 മണിക്കൂർ നിൽക്കും, അദ്ദേഹത്തിന് കിട്ടും. തിരുവനന്തപുരത്ത് അദ്ദേഹം വന്ന് പോകുന്ന അതിന്റെ ബിക്കോസ് അങ്ങനെയൊക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും തോറും അവരൊരാളുടെ കീഴിലല്ലാതിരിക്കുന്നിടത്തോളം റെസ്പോൺസിബിലിറ്റി കൂടും. ഇൻഡിപെൻഡൻസും സെൽഫ് കോൺഫിഡൻസും കൂടെ പറയുന്ന കാര്യമാണ്. റെസ്പോൺസിബിൾ ആയിരിക്കും അവര്. അതുകൊണ്ടാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. റിസ്ക് എന്ന് പറയുന്നത് താഴെയുള്ളവരല്ല, അവർ ആൻസറബിൾ അല്ല. ഒരു പ്യൂൺ, അവർ ഫയൽ കൈകാര്യം ചെയ്യുന്നവരല്ല, ആൻസറബിൾ അല്ല. അവരോട് പറഞ്ഞ കാര്യം ചെയ്താൽ മതി. പക്ഷെ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും മുകളിലുള്ളവർക്കാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഈ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്കറിയാം, ഡ്രോയിങ് ആൻഡ് ഡിസ്പൈസിംഗ് ഓഫീസർ ആണെങ്കിൽ മാർച്ച് 34 അടുക്കുന്തോറും നമുക്ക് തലവേദനയാണ്. കാരണം ബില്ലുകൾ മാറണം. ഞാനത് അനുഭവിക്കുന്നത് ഓഫീസ് ഹെഡ് ആയതുകൊണ്ട്, ഡ്രോയിങ് ആൻഡ് ഡിസ്പൈസിംഗ് ഓഫീസർ ആയതുകൊണ്ട്. താഴെയുള്ളവർക്ക് അറിയാറുണ്ട്, അവർക്ക് എപ്പോഴും കൊണ്ട് തന്നാൽ മതി. പക്ഷേ റെസ്പോൺസിബിലിറ്റി നമുക്കാ, ഇൻഡിപെൻഡൻസാ. അപ്പൊ റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് റെസ്പോൺസിബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ, മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അവരെ കൊണ്ട് മാത്രമേ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഇതിന് ചോദിക്കാം. അതിന് മുമ്പ് ഞാൻ മറ്റൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഒരു എന്താ പറയുക, ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പവർ ഡയഗ്രാം എന്ന് പറയും. ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. പവർ ഡയഗ്രാം.
പവർ ക്ലസ്റ്റർ ഉണ്ടല്ലോ. ഇത് ഈ സ്ക്രീൻ കാണാൻ പറ്റുമോ നോക്കണേ. സ്ക്രീൻ വന്നില്ലല്ലോ സർ. സാറേ വരാം നിക്ക് എടുക്കാം. ഇത് വന്നോ സാറേ? യെസ്. ഓക്കെ. ഇതൊന്ന് നോക്കിക്കോളൂ. അതായത് ഇത് കണ്ടോ? ഇത് കാണാമല്ലോ അല്ലേ? കാണാം. ഇവിടെ ഞാൻ 3 ഏരിയ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഏരിയ എന്ന് പറയും. അതായത് നമ്മുടെ ലൈഫ്, ഇത് ഒരു സംരംഭനെ സംബന്ധിച്ചും വ്യക്തിപരമായിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കൺട്രോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന മേഖല. ഇപ്പോ എന്നെ സംബന്ധിച്ച്, നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി എൻ്റെ കൺട്രോൾ ഏരിയയിലാണ്, എൻ്റെ ഓഫീസ് എൻ്റെ കൺട്രോൾ ഏരിയയിലാണ്. ഇനി അപ്പം അത് നമ്മുടെ കൺട്രോൾ, കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടക്കും നമ്മുടെ കൺട്രോൾ ഏരിയയിലാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലുവൻസിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആണ് നമ്മുടെ ഇൻഫ്ലുവൻസിങ് ഏരിയ. ഇപ്പോൾ ഞാൻ സാബു സാറിൻ്റെ കൺട്രോൾ ഏരിയ അല്ല, പക്ഷെ ഞാൻ സാബു സാറിൻ്റെ ഇൻഫ്ലുവൻസിങ് ഏരിയയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ സാറ് വിളിച്ചിട്ട് എങ്ങനെ ഇന്ന് ഫ്രീ ആണോ വൈകുന്നേരം എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏസ് പറയാൻ കാരണം ഞങ്ങൾ പരസ്പരം ഇൻഫ്ലുവൻസിങ് ഏരിയ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആണ് നമ്മുടെ ഇൻഫ്ലുവൻസിങ് ഏരിയ. ഇനി മൂന്നാമത്തെ ഒരു ഏരിയ ഉണ്ട്, എൻവയോൺമെന്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റാത്ത നാട്ടുകാർ മുഴുവൻ ആയിരിക്കും. അത് വലിയൊരു ബൃഹത്തായ ഏരിയ. നോക്കുക, ഒരു സംരംഭകനെ സംബന്ധിച്ച്, നമ്മൾ സംരംഭത്തിലേക്ക് പോകാം. ഒരു സംരംഭകനെ സംബന്ധിച്ച് കൺട്രോൾ ഏരിയ എന്ന് പറഞ്ഞാൽ തൻ്റെ ഫ്രണ്ട്സ്, തൻ്റെ വീട്ടുകാരൊക്കെയാണ്, തൻ്റെ കുടുംബമാണ്. ഇൻഫ്ലുവൻസിങ് ഏരിയ എന്ന് പറഞ്ഞാൽ തൻ്റെ കൂട്ടുകാരും ബന്ധുക്കളുമാണ്. എൻവയോൺമെന്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ. സത്യത്തിൽ ഒരു സംരംഭത്തിന് മാർക്കറ്റ് എവിടാ? കൺട്രോൾ ഏരിയ ആണോ? വീട്ടുകാരാണോ കസ്റ്റമർ? അല്ല, കൂട്ടുകാർ മാത്രമല്ല, എൻവയോൺമെന്റൽ ഏരിയ. പക്ഷെ എൻവയോൺമെന്റ് ഏരിയ കിടക്കുന്ന ഒരു കസ്റ്റമറെ, എൻ്റെ ഇൻഫ്ലുവൻസിങ് ഏരിയ വ്യക്തിയെ എൻ്റെ ഇൻഫ്ലുവൻസിങ് ഏരിയ കൊണ്ട് എൻ്റെ കസ്റ്റമർ ആക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അവിടെയാണ് ഈ നെറ്റ്വർക്കിന്റെ പ്രാധാന്യം. ഇനി നോക്കിക്കേ, ഈ കൺട്രോൾ ഏരിയ നമുക്ക് പവർ കിട്ടാൻ കാര്യം നമ്മുടെ പൊസിഷനാണ്. ഞാനിവിടെ ഹസ്ബൻഡാണ്, അച്ഛനാണ്, ഓഫീസറാണ്. അതുകൊണ്ടാണ് എനിക്ക് പൊസിഷൻ പവർ കിട്ടുന്നത്. എന്നാൽ ഇൻഫ്ലുവൻസിങ് ഏരിയ എനിക്ക് പവർ കിട്ടാൻ കാര്യം എൻ്റെ നോളജാണ്, എന്താ പറയുക, എൻ്റെ ബന്ധങ്ങളും എൻ്റെ അറിവൊക്കെയാണ് അവിടെ കിട്ടാനുള്ള കാരണം. ഇപ്പം ഞാൻ പൊന്നാനിയിൽ വർക്ക് ചെയ്തു, ഇന്നും പൊന്നാനിയിൽ സ്റ്റാഫുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നടക്കും. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പൊസിഷൻ മാറിയപ്പോൾ എൻ്റെ കൺട്രോൾ മാറി, പക്ഷേ ഇൻഫ്ലുവൻസിങ് ആണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പല ഓഫീസിലൊക്കെ പൊസിഷൻ മാറുമ്പം സാബു സാറ് കൺട്രോൾ ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. സാബു സാർ ഇനി BSNL കയറി ചെന്ന് ഞാൻ എൻ്റെ കൺട്രോളിൽ നിങ്ങളുടെ ഓഫീസ് ജീവനക്കാരെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ചിന്തിക്കാരെന്ന് വെച്ചാൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പല ഓഫീസിലൊക്കെ കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ക്ലർക്കിന്റെ പോലും വിചാരം നാട്ടുകാർ മുഴുവൻ അവനൊക്കെ മരിക്കണവരോ അവന്റെ കൺട്രോൾ ഏരിയയിലാണ്. അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ആ ഒരു ബാരിയർ മനസ്സിലാക്കണം എവിടെ ആയതുകൊണ്ടാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ കണക്ഷൻ. അതായത് എൻവയോൺമെന്റൽ ഏരിയയിൽ എനിക്ക് പവർ കിട്ടാൻ കാര്യം എനിക്ക് കണക്ഷനാണ്. ഉദാഹരണം, ഇപ്പൊ സാബു സാറ് എൻ്റെ ഇൻഫ്ലുവൻസിങ് ഏരിയയിലുള്ള ആളാണ്, AP തോമസ് സാറ് എൻ്റെ ഇൻഫ്ലുവൻസിങ് ആളാണ്. നോക്കുക, അപ്പൊ AP തോമസ് സാറ് കാര്യം പറയാം. AP തോമസ് സാർ ഇപ്പൊ 2 ദിവസം കുറച്ച് മുൻപ് പറഞ്ഞു കീഴിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. സാറിനെ കീഴിലേക്ക് റെഫർ ചെയ്താൽ ഞാനാ. അപ്പൊ കീഴിലെ രാഹുൽ എന്ന് പറഞ്ഞൊരു സ്റ്റാഫുണ്ട്, രാഹുൽ എന്നെ അറിയുള്ളൂ. അപ്പം AP തോമസ് സാറ് ആ സമയം രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹം AP തോമസ് സാർ എൻവയോൺമെന്റൽ ഏരിയ കിടക്കുന്ന വ്യക്തിയാണ്. ഞാൻ പക്ഷേ രാഹുലിന്റെ ഇൻഫ്ലുവൻസിങ് ഏരിയ കിടക്കുന്ന വ്യക്തിയാണ്. ഒരു തന്നെ വിളിച്ച് ഞാനും ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് ഞാൻ എഴുതി കൊടുത്തത്. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു, രാഹുലെ ഇന്ന പോലെ സാറുണ്ട്, ക്ലാസ് എടുക്കാൻ പറ്റിയ ആളാ, അഭിലാഷ് സാറിന്റെ പേര് ഞാൻ കൊടുത്തു, പലരും പേര് ഞാൻ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇപ്പം എൻവയോൺമെന്റ് ഏരിയ കിടന്ന ആളെ രാഹുൽ ഒരു പ്രാവശ്യം സംസാരിച്ച് കഴിഞ്ഞപ്പം AP തോമസ് സാർ എവിടെ വന്നു? എൻവയോൺമെന്റ് ഏരിയയിൽ നിന്ന് കയറി ആ രാഹുലിന്റെ ഇൻഫ്ലുവൻസിങ് ഏരിയയിൽ കയറി. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ ഒരു സംരംഭനെ സംബന്ധിച്ച് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനായി എവിടെ കിടക്കുന്നത്? എൻവയോൺമെന്റ് കിടക്കുന്നത്. നമ്മുടെ കൂട്ടുകാരനും നമ്മളും നല്ല ബന്ധമാണെങ്കിൽ അവന്റെ കൂട്ടുകാരൻ നമ്മുടെ സുഹൃത്തായി മാറും, നമ്മുടെ കസ്റ്റമറായി മാറും. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരിക്കലും ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിണക്കാനായിട്ട് പാടില്ല. ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ പുഷ്ടിപ്പെടുത്തുകയേ ചെയ്യാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഏരിയ, ഇൻഫ്ലുവൻസിങ് ഏരിയ എന്നുള്ള ഏരിയ ഇങ്ങനെ വൈഡൻ ആയിക്കൊണ്ടിരിക്കും. ഇൻഫ്ലുവൻസിങ് ഏരിയ വൈഡ് ആകുന്നവർക്ക് ഒരു സംരംഭനെ സംബന്ധിച്ച് തന്നെ മാർക്കറ്റാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മാർക്കറ്റ് വലുതാവുന്നതിന്റെ ബിസിനസ്സാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. ഇപ്പം സാറിനെ സംബന്ധിച്ചും സാറിനെ സംബന്ധിച്ച് സാറിന് ഒരു ഏരിയയും കൂടെ, സാറിന്റെ ബിസിനസിന്റെ ഏരിയയും കൂടെ തുറന്നു കെട്ടി എനിക്കും ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കിട്ടാറുണ്ട്. ഇന്നലെ ഒരു ടീച്ചറെ വിളിച്ചു,
ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പം അവിടുത്തെ ടീച്ചർമാരെല്ലാം എൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് പോകും ക്ലാസ് എടുക്കാന്ന് പറയും. അപ്പം നമുക്ക് അതാണ് നമുക്ക് ഈ ഇൻഫ്ലുവൻസിങ് ഏരിയയിലുള്ള ഇടപെടലുകൾ, നമ്മുടെ ബന്ധങ്ങൾ എപ്രകാരം ഇരിക്കുന്നു, എൻവയോൺമെന്റ് ഏരിയയിൽ നമുക്ക് ബന്ധങ്ങൾ ഇവിടുന്ന് ആ കണക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സംരംഭം വെച്ചാൽ മാർക്കറ്റ് വൈഡൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി പവർ ക്ലസ്റ്ററിനെ പറ്റി പറഞ്ഞു. ഇതിനെപ്പറ്റി ഡൗട്ട് ഉള്ളവരെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായെങ്കിൽ പറയൂ. ഇനി ഞാൻ വളരെ പെട്ടെന്ന് ഒരു 3 മാനേജർമാരെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നടത്താം. ഇത് മനസ്സിലായോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്? Yes, sir. It's very clear. പോയിക്കോട്ടെ, മുമ്പോട്ട് പോയിക്കോട്ടെ സാറേ. Yes, sir. Yes. യെസ്, അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാല് അടുത്ത ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡേവിഡ് മക്ലാഡന്റെ തിയറിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്. ഇനി എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എൻ്റെ ഒരു തിയറി ഞാൻ പറയാം. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഓരോ സംരംഭകനും മിനിമം ഒരുപാട് കഴിവുണ്ട്, ഇനി ഇതുണ്ട് കേട്ടോ, ഒബ്സർവേഷൻ കോമ്പറ്റൻസി ഉണ്ട്, ഒബ്സർവേഷൻ ആയിരിക്കണൊക്കെ ഉണ്ട്. ഇനി എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തില് അനുഭവത്തില് ഓരോ സംരംഭകനും 3 മാനേജർ ആയിരിക്കാം. ഒന്ന് ഫിനാൻസ് മാനേജർ, സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ തകർന്നു പോകും. അത് കൃത്യമായിട്ട് അറിയണം. അക്കൗണ്ട് ചെയ്യാൻ അറിയണം, ക്യാഷ് ഫ്ലോ അറിയണം. അത് സംരംഭമായിട്ട് ബന്ധപ്പെട്ട കാര്യം. എനിവേ നമ്മൾ വ്യക്തിപരമായ ലൈഫിൽ നമുക്ക് സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയേണ്ടതുണ്ട്, അല്ലെ? അല്ലെങ്കിൽ വരുന്നതും കാര്യം കൃത്യമായിട്ട് എക്സൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും. എക്സൽ അറിഞ്ഞ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട്. ഏതിനൊക്കെ ഇവിടെ എന്താ പറയുക, ഏതിനാ പെട്രോൾ എത്ര അടിച്ചു, കാറിന് എത്ര പെട്രോൾ അടിച്ചു, സ്കൂട്ടറിന് എത്ര പെട്രോൾ അടിച്ചു, വെളിയിൽ നിന്ന് എത്ര കഴിച്ചു, അനാവശ്യമായിട്ട് എവിടെയൊക്കെ ചോർന്ന് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എഴുതി വെക്കാറുണ്ടോ? ഞാൻ ചോദിക്കുക, കൈ വെക്കാനൊന്നും പറയുന്നില്ല. എത്ര പേര് എഴുതി വെക്കാറുണ്ട് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്? എനിക്കത് പറയാൻ കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചെയ്യുന്ന കാര്യമല്ലേ പറയാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്ലാനിങ് ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഇതുണ്ടെങ്കിൽ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കും. അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം പറയാം. ഒന്ന് ഫിനാൻസ് മാനേജർ, മറ്റൊരു അനുഭവം ഈ കോട്ടയത്ത് ഞാൻ കടയൊന്നും തൽക്കാലം പറയുന്നില്ല. ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ ഒരു കട ചായ കുടിക്കാൻ കയറി. ഈ ചായ കുടിക്കാൻ കയറിയിട്ട് ഞാൻ അങ്ങോട്ട് എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കട ഇങ്ങനെ നീളത്തിലാണ്. ഒന്നിലെ ചായ എടുക്കുന്ന ചേട്ടനെ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ വെളിയിലേക്ക് നാട്ടുകാരെ നോക്കിയിരിക്കാം. ഞാൻ ഏതായാലും എൻ്റെ നല്ല കാലത്തിന് ഈ ചായ എടുക്കുന്ന ചേട്ടനെ നോക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം ചായ കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ദിലീപ് വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച കൊച്ചി രാജാവ് എന്നൊരു സിനിമയുണ്ട്. അതിനകത്ത് താന് തമിഴ്നാട്ടിൽ കോളേജ് ക്യാൻറ്റീനിൽ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടൻ ചായയും കൊണ്ടുവരുന്നൊരു സീനുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണും. കൈ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട്, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് 2 കൈയും ഇങ്ങനെ ചായക്കകത്ത് മുക്കിയ വരുന്നത്. ഇന്ദ്രൻസും ഈ ചേട്ടനുമായിട്ടുള്ള ഈ നമ്മുടെ ചായക്കുള്ള ചേട്ടൻ്റെ വ്യത്യാസം, ഇന്ദ്രൻസിന്റെ ഈ ഗ്ലൗസ് ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ ഈ ഗ്ലൗസ് ഇല്ലാത്ത വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അദ്ദേഹം വന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ആ കൗണ്ടറിലേക്ക് എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു ചായ ഓർഡർ ചെയ്ത്, എനിക്ക് വേണ്ട എന്നോ. ചേട്ടൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വിരലിട്ട് മുക്കി ചായ ഞാൻ കുടിക്കില്ല ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ഏകദേശം 10 വർഷമാവും. ഇന്ന് വരെ ഞാൻ അവിടെ കയറിയിട്ടില്ല. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പോയിന്റ്, ഒരു സംരംഭകൻ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കണം. മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ്. നമ്മളെപ്പോലെ അല്ല, സാധാരണക്കാരല്ല. സംരംഭകനെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരെ കൈകാര്യം ചെയ്യണം, പിരിവുകാരെ കൈകാര്യം ചെയ്യണം, കസ്റ്റമറെ കൈകാര്യം ചെയ്യണം. ഇപ്പോഴത്തെ കസ്റ്റമർ ഉണ്ടല്ലോ, കടയിൽ വന്ന് ചെരുപ്പിന് അളവെടുത്തിട്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുന്ന കസ്റ്റമറാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. ചെരുപ്പിന്റെ കാര്യമല്ല കേട്ടോ, ഒരു ബുക്ക് ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ബുക്ക് വാങ്ങിയപ്പോൾ മേടിക്കാന്ന് പറഞ്ഞു. രാവിലെ എനിക്ക് രാത്രി 12 മണിയായെന്ന് തോന്നുന്നു. വെളുപ്പിന്റെ ഫ്ലൈറ്റിൽ എനിക്ക് അഹമ്മദാബാദിന് പോകണം. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് വന്ന് ചെന്ന് ഇറങ്ങിയതാണ്. ഞാൻ ഒരു ബുക്ക് മേടിച്ചേക്കാന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ നല്ല ബുക്കാണ്. നോക്കി ചുമ്മാ ഒന്ന് ഫ്ലിപ്കാർട്ട് നോക്കുമ്പോൾ 34 രൂപ കുറവാണ് കടയൊക്കെ. ഞാൻ ഓർത്ത് എന്തിനാ ഞാൻ അഹമ്മദാബാദ് വരെ ചുമക്കണം. ഞാനായാലും ആ സമയത്തും വായിക്കത്തില്ല. പിന്നെ എന്തിനാ ലോഡ് കൂട്ടണം, എന്തിനാ? ഞാൻ അവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറിയിരുന്ന് ഓർഡർ ചെയ്ത് ഞാൻ കേരളത്തിൽ എത്തുന്നതിന് ബുക്ക് കേരളത്തിൽ എൻ്റെ ഓഫീസിലെത്തി. സോ ഇങ്ങനെയുള്ള കസ്റ്റമറുള്ള കാലഘട്ടം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യൻ ഇങ്ങനെ. അതുപോലെ മറ്റ് പല വെറൈറ്റി കസ്റ്റമറെ കൈകാര്യം ചെയ്യും, മെഷീൻ സപ്ലൈസിനെ കൈകാര്യം ചെയ്യണം, റോ മെറ്റീരിയൽ സപ്ലൈ കൈകാര്യം ചെയ്യണം. എത്ര ടൈപ്പ് ആൾക്കാരെ കാര്യമാണ്. അതായത് വി ഷുഡ് ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അത് നമ്മുടെ ലൈഫിലും പ്രധാനപ്പെട്ടവരാണ്. അതാ മറ്റുള്ളവരെ, മനുഷ്യരെ കൈകാര്യം ചെയ്യുന്ന അറിയുന്നവരായിരിക്കണം. ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറാൻ നമുക്ക് കഴിയുന്നവരായിരിക്കണം. ഓരോരുത്തരെ അനുസരിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റണം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം മാർക്കറ്റിംഗ് മാനേജറായിട്ട്. പെട്ടെന്ന് പറയാം, മാർക്കറ്റിംഗ് തൻ്റെ പ്രോഡക്റ്റിനെ പറ്റി. പ്രത്യേകിച്ചും ഒരു ബാങ്ക് മാനേജറുടെ മുമ്പിലൊക്കെ ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സെൽഫ് മാർക്കറ്റിംഗ് ആണ്. ബാങ്ക് മാനേജറുടെ മുമ്പിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ സെൽഫ് മാർക്കറ്റിംഗ് ആണ്. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നവരാണ്, അല്ലേ? ശരിക്കും ഓരോ ഇന്റർവ്യൂ സെൽഫ് മാർക്കറ്റിംഗ് ആണ് സ്റ്റുഡൻസ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻസ് എന്താ പറയുക, സാറേ ഇവിടെ 100 പേര് വന്നിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ 99 പേരുണ്ട്. ഇപ്പം ഞാൻ പറയും എല്ലാവരുടെയും ക്വാളിഫിക്കേഷൻ എംടെക്കാന്നേ, ഞാനും എംടെക്കാ. പക്ഷേ ഈ 99 പേരേക്കാൾ എനിക്ക് ഇന്ന കഴിവ് കൂടുതലുണ്ട് എന്നാണ് ഞാൻ ഇന്റർവ്യൂ പറയാതെ പറയുന്നത്. ദാറ്റ് ഈസ് സെൽഫ് മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റിംഗ് മാനേജർ ആയിരിക്കണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കണം, ഫിനാൻസ് മാനേജർ ആയിരിക്കണം.
ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ് ഈ മൂന്ന് സംഭവങ്ങൾ. വളരെ അങ്ങനെ എന്നാലും ഒരു അനുഭവം മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഫിനാൻസ് മാനേജറൊക്കെ ശരിക്കും ഒത്തിരി സാമ്പത്തികം ഒക്കെ വെച്ച് പറയാനുണ്ട്. എനിവേ ഞാനിപ്പോൾ ഇവിടെ നിർത്തുവാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഞാനൊന്ന് ഇത് ചെയ്യാം, സമ്മർപ്പ് ചെയ്യാം. അതായത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം, ഒന്നുകൂടെ ഒന്ന് സ്ക്രീൻ കാണിക്കാം. നമ്മുടെ കോമ്പിറ്റൻസികൾ 10ഓളം കോമ്പിറ്റൻസികൾ 3 ക്ലസ്റ്റർ അത് ഞാൻ പറഞ്ഞു. 3 ക്ലസ്റ്റർ ആയിട്ടാണ് ഈ 10ഓളം കോമ്പിറ്റൻസികൾ ഉള്ളത്. കാണാമല്ലോ സാറല്ലേ? കാണാം സർ, കാണാം. അച്ചീവ്മെന്റ് ക്ലസ്റ്ററിൽ ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് ഇനിഷ്യേറ്റീവ് ഉണ്ട്, പെർസിസ്റ്റൻസ് ഉണ്ട്, ഡിമാൻഡ് ഫോർ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി ഉണ്ട്, ഫുൾഫില്ലിംഗ് കമ്മിറ്റ്മെന്റ് ഉണ്ട്, റിസ്ക് ടേക്കിംഗ് ഉണ്ട്, കാൽക്കുലേറ്റഡ് പ്ലാനിംഗ് ക്ലസ്റ്ററിനകത്ത് ഗോൾ സെറ്റിംഗ് ഉണ്ട്, ഇൻഫർമേഷൻ സീക്കിംഗ് ഉണ്ട്, സിസ്റ്റമാറ്റിക് പ്ലാനിംഗ് മോണിറ്ററിംഗ് ഉണ്ട്, പവർ ക്ലസ്റ്റർ പെർസ്യൂഷൻ നെറ്റ്വർക്കിംഗ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ഇനി 3 കാര്യം ഞാൻ പറഞ്ഞില്ലേ, കൺട്രോൾ ഏരിയ ഉണ്ട്, നമുക്ക് ഇൻഫ്ലുവൻസിങ് ഏരിയ ഉണ്ട്, എൻവയോൺമെന്റ് ഏരിയ ഉണ്ട്. ഈ അതിർവരമ്പുകളൊക്കെയും നമ്മൾ മറക്കാതിരിക്കട്ടെ. നമ്മൾ എവിടെയാണ് നമ്മൾ കൺട്രോൾ ഏരിയ ഏതാണ്, ഇൻഫ്ലുവൻസിങ് ഏരിയ എവിടെയാണ് നടത്തണം ഓരോരുത്തരെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാറിന് എപ്പിസോഡ് സാർക്ക് അതിനകത്ത് ഇപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻ എടുക്കുന്ന വ്യക്തികളാണ് സാറൊക്കെ. ശരിക്കും അദ്ദേഹത്തിന് മുമ്പിലേക്കാണ് ഇത് എടുക്കുന്നത്. എനിവേ പിന്നെ ഞാൻ പറഞ്ഞു 3 മോട്ടീവിന്റെ ഇത് പണിതെടുത്തേക്കണം. ഈ 10 പറഞ്ഞേക്കുന്ന 3 മോട്ടീവിലാണ്. അച്ചീവ്മെന്റ് മോട്ടീവ്, അഫിലിയേഷൻ മോട്ടീവ്, പവർ മോട്ടീവ് എല്ലാം നമ്മുടെ ലൈഫിൽ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ നമുക്ക് ഇത് 3 നമ്മൾ എവിടെയാണ് നമ്മൾ വീക്ക്? ഞാൻ പ്ലാനിങ്ങിനകത്ത് ഗോൾ സെറ്റിങ്ങിലാണോ വീക്ക്, അതോ പ്ലാൻ ചെയ്യുന്നതിലാണോ വീക്ക്, അതോ എനിക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യുന്നതിലാണോ വീക്ക്, അതോ ഓരോ കാര്യങ്ങൾ ക്വാളിറ്റി എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെയാണോ എൻ്റെ വീക്ക്, അതോ അവസരങ്ങൾ തേടിയെടുക്കുന്നത് ഞാൻ വീക്കാണോ? എവിടെയാണ് ഞാൻ വീക്ക്? എത്രമാത്രം ഡെവലപ്പ് ചെയ്യണം? തീർച്ചയായിട്ടും നമുക്ക് കഴിയട്ടെ. നല്ലൊരു സംരംഭകനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ ടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അവസരം സാബു സാറിനോട് നിങ്ങൾ കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കണം. താങ്ക് യു സാർ. വളരെ വളരെ ക്രിയേറ്റീവ് ആയിട്ടൊരു സെഷനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏതൊരു വ്യക്തിക്കും ഒരു എന്റർപ്രണർ എന്ന തലത്തിൽ നിന്ന് മാറി ഏതൊരു വ്യക്തിക്കും അവരുടെ ലൈഫിനോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് വേണ്ട കോമ്പിറ്റൻസീസ് തന്നെയാണ്. തീർച്ചയായിട്ടും പേഴ്സണൽ കോമ്പിറ്റൻസീസ് എന്ന് പറയുന്ന ടൈറ്റിലിൽ നമുക്ക് കണ്ടെത്താനുള്ള അതിന്റെ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു ഗോൾ സെറ്റിംഗ് എന്നുള്ള പറഞ്ഞു. അതിനുശേഷം പ്ലാനിംഗ് ക്ലസ്റ്ററിലുള്ള 3 ടോപ്പിക്കുകളാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ക്ലസ്റ്ററുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സാർ ഒരു സംശയം, സാർ 3 മോട്ടീവ്സ് പറഞ്ഞതിൽ ഒന്ന് അച്ചീവ്മെന്റ്, രണ്ടാമത് അഫിലിയേഷൻ, പവർ മോട്ടീവ്. ഇതിൽ ഈ പ്ലാനിംഗ് ക്ലസ്റ്റർ എന്ന് പറയുന്ന അഫിലിയേഷൻ എന്ന് പറയുന്ന ഒന്നുള്ള രീതിയിലാണോ? പ്ലാനിംഗ് ക്ലസ്റ്റർ വന്നേക്കുന്ന അഫിലിയേഷന്റെ ഒരു ഇതിനകത്താണ്. കാരണം ഇൻഫർമേഷൻ സീക്കിങ് സാറേ, ഒരു ഉദാഹരണം പറയാം. ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അഫിലിയേഷൻ ഉണ്ടായേ പറ്റൂ. അവിടെ നിന്ന് അത് ഡെറൈവ് ചെയ്തേക്കുന്നത്. സാറേ ഡേവിഡ് മക്ലാഡ് എന്ന പേഴ്സണൽ എന്റർപ്രണർ കോമ്പിറ്റൻസി എന്ന നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഡോക്ടർ ഡേവിഡ് മക്ലാഡ്. ഇത് വളരെ ഷോർട്ടാണ്, വളരെ എക്സ്പ്ലെയിൻഡ് ആണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും വേണമെങ്കിൽ ഓരോ ക്ലാസ് ആക്കി മാറ്റിയെടുക്കാം. ഇതൊരു കേസ് സ്റ്റഡികളാണ് നമ്മുടെ മുമ്പിലുള്ള. ഓരോന്നിനും ഞാൻ പറഞ്ഞില്ല 3 ബിഹേവിയർ ഉണ്ട് ഓരോന്നിനും. അങ്ങനെ വരുമ്പോൾ 30 എണ്ണം ഉണ്ട്. 30 എണ്ണം പറയേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം സാർ. ഗോൾ സെറ്റിങ്ങിന് ഒരു 3 ബിഹേവിയർ പറയും. ഞാൻ നോക്കട്ടെ എവിടെ ഗോൾ സെറ്റ് ഇതിനകത്ത് നോക്കട്ടെ, എവിടെയെങ്കിലും ഇട്ടുണ്ടോ നോക്കട്ടെ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നോക്കട്ടെ എവിടേക്ക് അത് ഞാൻ എടുക്കാം തീർച്ചയായും ഉണ്ട്. ഒരു ബിഹേവിയർ എടുക്കാം, വേറൊരു പ്ലാനിങ്ങിൽ എടുക്കാം. ഇതുണ്ടോ സാറേ പ്ലാനിങ് ക്ലസ്റ്റർ ഗോൾ സെറ്റിങ്ങിനകത്ത് സെറ്റ് ഗോൾസ്. ഇത് 3 ബിഹേവിയറാണ്. വ്യക്തിപരമായിട്ട് മീനിങ് ഉള്ള ഗോൾ സെറ്റ് ചെയ്യാം. രണ്ടാമത്തത് ക്ലിയർ ആയ ലോങ് ടൈം സെറ്റ് ചെയ്യാം. അടുത്തത് ഈ ലോങ് ടൈമിനെ ഷോർട്ട് ചെയ്ത് ചെറിയ ചെറിയ ഗോളുകളാക്കിയിട്ട് മുമ്പോട്ട് പോകാം. സെറ്റ് മെഷറബിൾ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവായിട്ട്. അത് ഗോൾ സെറ്റിങ്ങിന്റെ ബിഹേവിയറാണ്. ഇനി നോക്കട്ടെ, ഇത് ഗോളാണ്. നോക്കട്ടെ ഗോൾ സെറ്റിങ്. ഇൻഫർമേഷൻ സീക്കിങ് നോക്കി. ഇത് 3 ബിഹേവിയറാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് വലിയൊരു എക്സസൈസിന്റെ ഭാഗമാണ്. നമ്മൾ വീക്കാണോ വെരി വീക്കാണോ നമ്മുടെ അസസ്മെന്റ് ആയിട്ട്. പേഴ്സണലി സീക്ക് ഇൻഫർമേഷൻ ഫ്രം കസ്റ്റമേഴ്സ്. അപ്പൊ ഇത് എന്റർപ്രണർ ബേസിലാണ് ഫ്രെയിം ചെയ്തേക്കുന്നത്. വ്യക്തിപരമായിട്ട് നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്നവരാണോ? ഇനി ഒരാൾക്കൊരു സർവീസ്, രണ്ടാമത്തത് പേഴ്സണൽ ഒരാൾക്കൊരു സർവീസ് കൊടുക്കാനായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് റിസർച്ച് ചെയ്യുന്നവരാണോ? വ്യക്തിപരമായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നവരാണോ?
അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെർട്ടിനെ നമ്മൾ കോൺടാക്ട് ചെയ്തത് നമ്മുടെ മുമ്പിൽ കാണുന്ന നാട്ടുകാരോടല്ല, ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞില്ല, കപ്പയുടെ കാര്യം ഒക്കെ എക്സ്പെർട്ടിനെ തിരക്കി പോകുന്നവരാണ്. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് എത്രമാത്രം നമ്മൾ ഇന്റർനെറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെന്ന് പറയുന്നത്. അത് ഇൻഫർമേഷൻ സീക്കിങ്ങിനകത്ത്. ഇനി ഇതാ പ്ലാനിങ്. ലാർജ് ടാസ്കിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആയിട്ട് സബ് ടാസ്ക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നവരാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ നമ്മൾ റിവൈസ് ചെയ്യുന്നവരാണ്. മൂന്നാമത്തത് ഈ പ്ലാനിങ്ങിന്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് നമ്മൾ പറഞ്ഞില്ലേ കീപ്പ് ചെയ്യുന്നവരാണ്. ഈ പ്ലാനിങ് ക്ലസ്റ്ററിന്റെ 3 ബിഹേവിയർ ആണ്. അത് ഉണ്ട്. ഇത് ഒരു എക്സസൈസിന്റെ ഫയലാണ്. വെരി വീക്ക് ആണ്, സ്ട്രോങ് ആണ്, വെരി സ്ട്രോങ് ആണ്. നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ അസസ്മെന്റ് ആണ് ഈ ഒരു സംഭവം. ഇങ്ങനത്തെ ഞാൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ബിഹേവിയർ ആണെന്ന് ഇത് ഒരു ആക്ഷൻ പ്ലാൻ ആണ്. ഇത് ഓരോന്നും വെളിവാക്കുന്ന ബിഹേവിയർ. അപ്പം നമ്മൾ പ്ലാനിങ് ഉള്ളവരാണോ എന്ന് അറിയാനായിട്ട് 3 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? വളരെ ക്ലിയർ സാർ. വളരെ ക്ലാരിറ്റിയോടുകൂടി സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കേസ് സ്റ്റഡികൾ നമുക്ക് ഇതിനകത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ കൺസേണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് ഓഫ് കേസ് സ്റ്റഡീസ് നമുക്ക് ഇതിനകത്ത്. റോയ് സാർ. ലോറൻസ് സാറിന്റെ ക്ലാസ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പാർട്ടിസിപ്പൻസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് നിർബന്ധം ഉള്ള ഒരു ക്ലാസ് ആയിട്ട് തോന്നി. അപ്പോൾ സാർ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് അച്ചീവ്മെന്റ്, ആൻഡ് പവർ, അതിനെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു സംഭവം വളരെ ക്ലിയർ ആക്കി കളഞ്ഞു. ഉമ്മൻചാണ്ടിയും CK നായരുമായിട്ട് അഡ്വക്കേറ്റിനോട് വിളിച്ചു പറഞ്ഞതും ആ 4 പേര് ചെയ്യുന്നെടുത്ത് ഇതിൽ നിന്ന് തന്നെ ഈ 3 കാര്യങ്ങളും വളരെ വ്യക്തമാക്കി സാർ തന്നു. അത് മാത്രമല്ല, ഈ കുറഞ്ഞ സമയം കൊണ്ട് വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അതിൻ്റെ ഘടകങ്ങളൊക്കെ വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. സാർ പറഞ്ഞ പോലെ ലക്ഷ്യം വേണം, സിസ്റ്റമാറ്റിക് പ്ലാനിങ് വേണം, വിവരങ്ങൾ തേടണം, അതുപോലെ തന്നെ അവസരങ്ങൾ തേടി നടക്കണം, സ്ഥിരോത്സാഹം വേണം, ഡിമാൻഡ് വേണം, ക്വാളിറ്റി നോക്കണം. ഇതെല്ലാം സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിരുന്നു. ഏതായാലും ഇത് ഈ ഒരു ക്ലാസ് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളിൽ കയറിക്കഴിഞ്ഞു ബ്രെയിനിൽ. വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. AP തോമസ് സാർ റെഡിയായോ? എനിക്കൊന്നത് ഞാൻ ഇന്ന് സാറിന്റെ സാറിന്റെ ബ്രോഷറിനകത്ത് ലോറൻസ് സാറിന്റെ പടം കണ്ടപ്പോഴത്തേക്കാണ് തീർച്ചയായിട്ടും കാരണം. കാര്യം എനിക്കറിയാം സാറ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ള സമയം കൊണ്ട് മാക്സിമം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നവരാ. കരിയർ ഗൈഡൻസിന്റെ പ്രോഗ്രാമിൽ പലയിടത്തും സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ ഇൻഫർമേഷൻസ് ആണ് സാറ് കൊടുക്കുന്നത്. ഇതിപ്പോ നമുക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് മാക്സിമം തന്റെ കയ്യിലുള്ളത് കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ്. സാറിനറിയാം പലരും ട്രെയിനേഴ്സ് ആണ്. ചില ട്രെയിനേഴ്സ് ഉള്ളത് മുഴുവൻ പങ്കുവെക്കില്ല. പക്ഷേ സാറ് അതിന് വിശാലമായിട്ട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള ആ ഒരു വലിയ മനസ്ഥിതി സാർ കാണിക്കും. നന്നായിരുന്നു. ഒത്തിരി പുതിയ ഇൻഫർമേഷൻസ് കിട്ടി. ഇത് ലോറൻസ് സാറിനും സംഘടിപ്പിച്ച സാബു സാറിനും പ്രത്യേക അഭിനന്ദനം. താങ്ക് യു സാർ. ഗോകുമാർ സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ള ആദ്യം ഒരു കുറ്റമാണ് പറയാനുള്ളത്. അല്പം സ്പീഡ് കൂടി പോയി. പക്ഷെ സ്പീഡ് കൂടുതലാണെങ്കിലും ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആളുകൾക്ക് മനസ്സിലായിട്ടേ അടുത്തേ എടുക്കൂ. അങ്ങനെ ഗുണമുണ്ടായിരുന്നു. പക്ഷെ ഒരു നല്ല മോട്ടിവേഷണൽ ക്ലാസ് ആയിരുന്നു. ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്ലാനിങ്ങിനെ കുറിച്ച്, അതിനാവശ്യമായ പ്ലാനിങ്ങിനും അതിൻ്റെ ആവശ്യമായ ആളുകളെ കണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതിന്റെ കൃത്യനിഷ്ഠതയും വ്യക്തമായി പറഞ്ഞു. എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. നല്ലതാണ് ക്ലാസ്. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. രമാവതി മാം. സാബു സാർ നമസ്കാരം. ലോറൻസ് സാർ താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. കാരണം ഞാൻ ശ്രദ്ധിക്കായിരുന്നു. കാരണം നമ്മള് വാണിജ്യ വകുപ്പ് ആയിട്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ ഒരു ബന്ധമുണ്ട്. കാരണം കെസറു സാറിനറിയാലോ, അതില് കമ്മിറ്റിയിലുള്ളതാണ്. കമ്മിറ്റിയില് നിങ്ങള് ഉണ്ട് അതെല്ലാം ഉണ്ട്. ഓഫീസർ ആയിരുന്നു. അപ്പം കണ്ണൂര് നമ്മള് അപ്പൊ സംരംഭകർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരാഴ്ച ഒക്കെ ഉണ്ടാകുമ്പം ഈ നമ്മുടെ ഒരു സ്കീം ഉണ്ടല്ലോ സാർ, ഇത് കെസറോ മാത്രല്ല, പിന്നെ ജോബ് ക്ലബ്ബ്, ശരണ്യ, അതെല്ലാം ക്ലാസ് എടുക്കാൻ എന്നെ വിളിക്കാറുണ്ട് അവിടെ സാറന്മാര്.
വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ സെൽഫ് എംപ്ലോയ്ഡ് സ്കീമിനെ പറ്റിയിട്ട്. കെസർ എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ അൺഎംപ്ലോയിഡ്. അത് സാറന്മാരാണ് അതിന്റെ കമ്മിറ്റിയിൽ വരിക, ആരായാലും കമ്മിറ്റിയിൽ വരിക. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് അതിന്റെ കമ്മിറ്റിയിൽ. അപ്പം സാറ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടാണ് സാറേ. കാരണം ഓരോന്നും അച്ചീവ്മെന്റും പിന്നെ നമ്മളൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ചിലവര് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലും എല്ലാം നല്ല രീതിയിൽ. അതുപോലെ എനിക്ക് അതിനിടയിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, സാറ് പറഞ്ഞത് LIC ഏജന്റുമാര് കണ്ടിട്ടില്ലേ സാറേ? LIC ഏജന്റുമാര് അവർക്ക് എന്താ പറയണ്ട, കോടിപതി ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും ഒരു വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോയിട്ടുണ്ടല്ലോ സാറേ, 2ഉം 3ഉം പ്രാവശ്യം നമ്മളെ സമീപിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ അവിടെയുള്ള ഒരു കുട്ടിക്ക് എന്തെങ്കിലും, നമ്മള് അവരെ നിൽക്കുമ്പം കുട്ടീന്റെ പുസ്തകത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് തപ്പിപ്പിടിച്ചിട്ട് അത് വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് ഇതാ നിങ്ങൾ പറഞ്ഞ ഇത് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കുട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് ലക്ഷ്യം കൈവരിക്കും. അങ്ങനെയാണ് അവർ സാധാരണ ചെയ്യുക. അതുപോലെ ഈ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പങ്കുവെക്കാണ് സാറേ. കാരണം ഈ സ്കീം നമ്മളിപ്പം ചെയ്യുമ്പോഴും നമ്മളെ ഓഫീസിൽ മറ്റുള്ള ആവശ്യത്തിന് വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഓഫീസിൽ. അപ്പൊ അവര് തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹോളിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഇരുന്നോളൂ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമിനെ പറ്റിയിട്ട് വിവരിക്കാൻ തുടങ്ങി. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പയ്യൻ പറഞ്ഞു, ഒരു വൈറ്റ് പേപ്പർ വേണം മാഡം. ഞാൻ ചോദിച്ചു എന്താ? അല്ല, ഒരു വൈറ്റ് പേപ്പർ വേണം. അവൻ എന്നിട്ട് എഴുതിയിരിക്കുകയാണ് സാർ, ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുക. അവൻ എഴുതിയിരിക്കുകയാണ്, ഞാനിങ്ങനെ വേറൊരു ആവശ്യത്തിന് ഓഫീസിൽ വന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു പിന്നെ കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ പിയൂണോ മറ്റായിരിക്കുന്നു. പക്ഷെ അവര് അകൽച്ചയില്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്, നമ്മൾക്കാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിൽ ഉപകരിക്കുന്ന രീതിയിൽ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് പോസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞു മേലധികാരികൾ എന്നൊക്കെ എഴുതി തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സാറ് പറഞ്ഞ പോലെ ഒരു 10-16 ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ഒരു 42 ക്ലാസ് എടുത്ത ലൈബ്രറിയിലെല്ലാം പോയിട്ട്. കാരണം നമുക്ക് തന്നിട്ടുള്ള ഫണ്ട് ബാക്കിയാവേ. നമുക്ക് ഫണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഈ 42 എടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് കുറേ പൈസ പോകും സാറേ. അതുപോലെ സാറ് പറഞ്ഞ പിന്നെ അതായത് ചില ആൾക്കാർ കച്ചവടം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് അവസാനം കാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കടന്റെ മുന്നിൽ. അവിടേക്ക് കച്ചവടം ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ ഗോൾ സെറ്റിങ്ങിൽ കറക്റ്റ് ആയിട്ട് രാവിലെ സാറ് ടൈം മാനേജ്മെന്റ് പറഞ്ഞല്ലോ അതിന്റെ ഇടയിൽ, രാവിലെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആളെ പറ്റിയിട്ട് പറയുമ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള ഇതുണ്ടാവും, കാൽക്കുലേഷൻ ഉണ്ടാവും, ഞാൻ എന്താ ചെയ്യേണ്ടത്, അടുത്ത എന്റെ എയിം എന്താന്നുള്ള രീതിയിൽ. അല്ല, എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ, ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതാ ഞാൻ SS ഇടക്കിടക്ക് പറഞ്ഞത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സാർ. അബ്ദുറഹീം സാർ ഉണ്ടോ? നാഷ് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ഓക്കെ, സോ താങ്ക് യു സാർ. ലോറൻസ് സാർ, വളരെ മനോഹരമായ ഒരു സെഷൻ. അത് ശരിക്കും കോമ്പറ്റൻസീസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളെ സെൽഫായിട്ട് സ്വയം നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മളുടെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ ആ പവർ കൃത്യമായിട്ട് വരുന്നത്. താങ്ക് യു സാർ, വളരെ മനോഹരമായിരുന്നു ക്ലാസ്. വീണ്ടും നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടുകളോ തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമാകും. കാരണം ഇതിന്റെ ബിഹേവിയർ വളരെ പ്രയോജനകരമാണ്. അറ്റ്ലീസ്റ്റ് ഗോൾ സെറ്റിങ്ങിന്റെ ഒക്കെ ഫസ്റ്റ് പാർട്ട് എന്ന നിലയിൽ ഗോൾ സെറ്റിങ്ങിന്റെ ഒക്കെ ബിഹേവിയർ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം സ്റ്റാർട്ടിങ് എങ്ങനെയാണ്. തീർച്ചയായിട്ടും അടുത്ത അവസരങ്ങളിൽ നമുക്ക് അത് ചെയ്യാം. താങ്ക് യു സാർ. സാർ, ലോൺ സാർ എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടോ? ഇല്ല, വേണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് പബ്ലിക് ഡൊമൈനുള്ള ഡോക്യുമെന്റ് ആയതെല്ലാം തന്നെ. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ ചേർന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും സെർച്ച് ചെയ്ത് നമുക്ക് പഠിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ പറ്റും ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ലീവ് ചെയ്യണേ. ബൈ. ഓക്കെ സാർ.